ദൈവത്തിന്റെ വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ जब वचन पढ़ते हैं, हम रीड करते हैं, ഈ വചനം നമ്മുടേതാക്കി നമ്മൾ മാറ്റണം. तो ये वचन को हमें अपना बनाना है. हमें ഇവിടെ ദാവീദാ എഴുതുന്നതെങ്കിലും ദാവീദാ പറയുന്നതെങ്കിലും यहाँ भले दावीद लिखा है, दावीद कहता है, നമ്മുടേതാക്കിയത് മാറ്റണം. उसे अपना बनाना है ഇത് हमें. വലിയൊരു അനുഗ്രഹമാണ്. वो बहुत बड़ा एक आशीष है. ഈ ദാവീദിന് വേണ്ടിയല്ല എഴുതിയത്, നമുക്ക് വേണ്ടിയാണ്. आमीन, हालेलुया. दावीद ने अपने लिए नहीं, हमारे लिए लिखा है. ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത് यह पहले आयत में कहता है, യഹോവേ ദാവീദിനെയും അവന്റെ സകല സങ്കടത്തെയും ഓർക്കണമെന്ന്. परमेश्वर दावीद और उसके सारे संकट को याद करना. ഇത് ദാവീദ് രാജാവായ ശേഷം എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ये दावीद राजा बनने के बाद लिखा हुआ भजन संहिता है. ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി പരീക്ഷണങ്ങൾ, ഒത്തിരി ഇങ്ങനെ പ്രയാണങ്ങൾ, ഓടിപ്പോക്കുകളൊക്കെ അനുഭവിച്ചൊരു മനുഷ്യനാണ്. दावीद के जीवन में बहुत सारे संकट, बहुत सारे बार वो भागा, वैसे एक व्यक्ति है. ഒത്തിരി വർഷങ്ങൾ വളരെ തീക്ഷ്ണമാകുന്ന കഷ്ടങ്ങളിലൂടെ ഒക്കെ പോയ മനുഷ്യനാണ് ദാവീദ്. काफी साल बहुत सारे चुनौती से गुजरा हुआ एक इंसान है. ഒത്തിരി ആളുകളുടെ എതിർപ്പ് അനുഭവിച്ചു, बहुत सारे लोगों का विरोध उसने देखा, ഒത്തിരി യുദ്ധങ്ങൾ ചെയ്തു, बहुत सारे युद्ध किया. അങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യനാണ് ദാവീദ്. ये सबको पार किया ഈ इंसान है. സങ്കീർത്തനം എഴുതുന്നത് लेकिन ये जो भजन संहिता लिखते ആ हैं, കഷ്ടതയുടെ അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ടാണ്. वो कष्ट का अनुभव के बाद है. ഇപ്പം രാജാവാണ്. अभी राजा है. കാരണം അതിന്റെ തെളിവാണ് അവൻ ആലയം പണിയാൻ ആഗ്രഹിക്കുന്നത്. उसका सबूत है कि वो मंदिर बनाना എന്ന് चाहता പറഞ്ഞാൽ है. അവൻ ആലയം പണിയാനുള്ള ഒരു ഇന്റൻഷൻ, ഒരു കപ്പാസിറ്റിയിലേക്ക് വന്ന ശേഷമാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. उसका अर्थ ये है कि वो मंदिर बनाने का एक लायक बनने के बाद, वो कैपेसिटी में आने के അവൻ बाद, രാജാവായി ഇരിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, जब वो राजा है तब वो कहता है, യഹോവേ ദാവീദിനെയും അവന്റെ സകല കഷ്ടങ്ങളെയും ഓർക്കണമേ. बोलते हैं परमेश्वर दावीद को उसके सारी दुर्दशा को याद करना. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? രാജാവാണെങ്കിലും भले राजा है, പ്രശ്നം മാറി എന്ന് നമ്മൾ ചിന്തിക്കണം. कि समस्या तो दूर हो गया, हमें ഒരു समझना മനുഷ്യന്റെ नहीं है. ജീവിതത്തിൽ എപ്പം വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. एक इंसान के जीवन में कभी भी समस्या आ सकता है. നമ്മൾ പ്രശ്നമൊക്കെ മാറി ഇനി നമുക്ക് സ്വസ്ഥതയാണെന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അടുത്തൊരു പ്രശ്നം ഉയർന്നു വരുന്നത്. हमें इस प्रकार लगता है समस्या सब खत्म हो गया और एक शांति है, तब जाके दूसरा चुनौती आता है. അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാ. सारे इंसान को होता है, എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്. सारे इंसान को समस्या നിങ്ങൾ है. ചിന്തിക്കില്ല ഏറ്റവും ഭക്തനായി തീർന്നാൽ പ്രശ്നം കുറയുമെന്ന് ചിന്തിക്കരുത്. आपको इस प्रकार नहीं सोचना कि एकदम भक्त बन जाएगा तो समस्या कम होगा. വചനം പറയുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. वचन बोलते हैं धार्मिक लोगों का संकट जो है असंख्य है. ഒത്തിരി കഷ്ടങ്ങൾ നീതിമാനുണ്ട്. बहुत सारे संकट है പക്ഷെ ഒരു धार्मिक को. വ്യത്യാസമുള്ളത് ദൈവം അതിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസമുള്ളത്. एक फर्क यह है कि परमेश्वर उनको उन सब में से छुड़ाता है. ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നീതിമാനും ഉണ്ട്. कि धार्मिक को भी बहुत सारे समस्या चुनौती है, പക്ഷെ ദൈവം അതിൽ നിന്നെല്ലാം അവനെ വിടുവിക്കുവാനിടയായി. लेकिन परमेश्वर उन सबसे उसको छुड़ाता है. ദാവീദ് രാജാവായി തീർന്ന ശേഷവും दावीद राजा बनने के बावजूद പല പ്രതികൂലങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. बहुत सारी चुनौती उसने सामना किया. അദ്ദേഹത്തിനെതിരെ റിബലിയൻസ് ഉണ്ടായിട്ടുണ്ട്. उनके विरुद्ध में लोग आए, ശത്രു തനിക്കെതിരെ എഴുന്നേറ്റിട്ടുണ്ട്. शत्रु उसके विरुद्ध उठा. അതിന്റെ നടുവിൽ ദാവീദ് പറയാണ്, കർത്താവേ ദാവീദിനെയും അവന്റെ സകല കഷ്ടത്തെയും നീ ഓർക്കണമേ. उसके बीच में दावीद कहते हैं परमेश्वर दावीद को उसके सारी दुर्दशा को याद करना. പിന്നെ ഹല്ലേലൂയ, ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, उसके बाद एक बात हमें ध्यान देना है. ഈ സങ്കീർത്തനത്തിൽ തന്റെ ചില വാഗ്ദത്തങ്ങളെ താന് പറയുന്നു. इस भजन संहिता में वो अपने कुछ वादों को घोषण करता है. എന്താ പറയുന്നത്? क्या कहता है? 11ാമത്തെ വാക്യം മുതൽ 11वां आयत से അവിടെ ഇങ്ങനെ കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. वहाँ कोटेशन मार्क डाला है. അതിന്റെ അർത്ഥം അതൊരു കൊട്ടേഷൻ ആണ്. उसका अर्थ एक कोटेशन है. പണ്ട് പറഞ്ഞ വാഗ്ദത്തത്തെ ഓർത്ത് പറയുകയാണ്. पहले कहा हुआ वादों को याद करके कह रहा है. കർത്താവ് പണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്, परमेश्वर पहले तूने इस प्रकार से मुझसे നീ कहा. അതൊന്ന് ഓർക്കണം കർത്താവ്. आमीन, हालेलुया. तू याद करना. ഹല്ലേലൂയ. നിന്റെ ചില വാഗ്ദത്തങ്ങൾ എനിക്കുണ്ട്. तेरे कुछ वादे मेरे ऊपर है. കർത്താവ് എനിക്ക് വേണ്ടി ആ വാഗ്ദത്തങ്ങളെ ഒന്ന് ഓർക്കണം. परमेश्वर मेरे लिए वो वादों को याद करना. ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ദൈവത്തെ അത് ഓർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ പവർഫുൾ ആണ്. कि परमेश्वर के बच्चों, हमें जो परमेश्वर ने वादा दिया उसे याद करके उसको कस के पकड़ के परमेश्वर को याद दिलाना बहुत आशीष है. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിനോട് ദൈവം കൊടുത്ത പേഴ്സണൽ പ്രോമിസ് ആണ്. ये सालों पहले दावीद को परमेश्वर ने व्यक्तिगत तौर से दिया हुआ वादा है. 2 ശമൂവേലിന്റെ പുസ്തകം 7ാം അധ്യായത്തിൽ ഈ വാക്യങ്ങൾ നമുക്ക് കാണുവാനിടയായി. 2 शमूएल 7 में आयत हम देखते हैं. നമ്മൾ ഈ പറഞ്ഞ 132ാം സങ്കീർത്തനത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ, भजन संहिता 132 के 11 से जो आयत है, 2 ശമൂവേലിന്റെ പുസ്തകം 7ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനിടയായി. दूसरा शमूएल की किताब 7 में हम वो देखते हैं. ദാവീദ് രാജാവ് യഹോവയുടെ ആലയം പണിയാൻ ആഗ്രഹിച്ചു. दावीद राजा परमेश्वर का मंदिर बनना चाहा. ദാവീദ്
ആ ആഗ്രഹം ആ കാലത്തുള്ള പ്രവാചകനോട് പറവാനിവിടെയായി തീർന്നു. और दावीद ने उस समय का जो भविष्यवक्ता था उसको उसने अपनी इच्छा बताया. നാഥാൻ പ്രവാചകൻ, नातान था वो. പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആലയം പണിയാൻ ഒരു ആഗ്രഹമുണ്ട്. उसने नातान को बुला के बोला कि मुझे मंदिर बनाने की इच्छा है. പ്രവാചകൻ പെട്ടെന്ന് ദാവീദിനോട് പറഞ്ഞു, भविष्यवक्ता फटक से दावीद से कहा നീ ആലയം പണിയണമെന്ന് പറഞ്ഞു. तू मंदिर बनाना. കാരണം എന്താണെന്നറിയോ, പ്രവാചകൻ എന്താ ചിന്തിച്ചത്? भविष्यवक्ता ने क्या सोचा? രാജാവാണ്, ये राजा है. ദൈവത്തിന് ആലയം രാജാവല്ലാതെ ആരാ പണിയേണ്ടത്? परमेश्वर का मंदिर राजा नहीं तो कौन बनाएगा? പ്രവാചകൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ഈ ദാവീദിനോട് പറഞ്ഞു നീ തന്നെ പോയി ആലയം പണിയാൻ പറഞ്ഞു. दावीद को जाके बोला तू ही मंदिर बनाना. പക്ഷേ ഈ പ്രവാചകൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, लेकिन भविष्यवक्ता घर जाने के बाद, ഹല്ലേലൂയ, എന്നാൽ അന്ന് രാത്രി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് वहाँ लिखा है उस दिन रात को യഹോവയുടെ അരുളപ്പാട് നാഥാനുണ്ടായി. कि परमेश्वर की वाणी नादान को എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നാഥാനോട് ദൈവം സംസാരിച്ചു. रात को नादान से परमेश्वर ने बात की. എന്ത് പറഞ്ഞെന്നറിയാമോ? क्या कहा? എന്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക. मेरे दास दावीद से तू जाके कह. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ നീ അല്ല ആലയം പണിയേണ്ടത്. साफ साफ कहे तो तुझे नहीं मंदिर बनाना है. നീ അല്ല ആലയം പണിയേണ്ടത്. तुझे नहीं मंदिर बनाना है. ഈ ദാവീദിന് വലിയ ആഗ്രഹമായി ഇവൻ ആലയം പണിയണം എന്നുള്ളത്. दावीद को बहुत इच्छा है उसे मंदिर बनाना है. പക്ഷേ ഇപ്പൊ ദൈവം പറയാ നീ അല്ല പണിയേണ്ടത്. लेकिन परमेश्वर कहते तू नहीं बनाना है. നമ്മൾ ഈ വായിച്ച സങ്കീർത്തനത്തിൽ കേട്ടല്ലോ, ആലയത്തെ കുറിച്ചുള്ള എരിവ് ദാവീദിന് ഭയങ്കരമായിട്ടുണ്ട്. जो भजन संहिता पढ़ा उसमें देखते हैं कि ദാവീദ് दावीद को ശപഥം बहुत ചെയ്തതല്ലേ? ज़ील था कि मंदिर बनाना. उसको എന്തോ उसने कसम खाया. എന്തോ ശപഥം ചെയ്തത്? उसने शपथ किया. ഞാൻ ദൈവത്തിന് ആലയം പണിയുന്നിടം വരെ എന്റെ കിടക്കമേൽ ഞാൻ കയറുകയില്ല. उसने ऐसा शपथ लिया कि मैं जब तक मंदिर नहीं बनाते तब तक मैं अपने बिस्तर में नहीं जाऊंगा. ഭയങ്കര കണിശമായ ഒരു ശപഥമാണ് ചെയ്തത്. बहुत बड़ा एक शपथ लिया. അത്രയ്ക്ക് ദൈവാലയത്തെ കുറിച്ചുള്ള എരിവാ. उतना उसको झील था. എന്ന് പറഞ്ഞാൽ തന്റെ കാര്യം ഒന്നും ഇനി തനിക്ക് വേണ്ട, ദൈവത്തിന്റെ ആലയം പ്രയോറിറ്റി എന്നാ ദാവീദ് उसका പറയുന്നത്. अर्थ ये है कि उसको खुद का कोई भी चीज अभी प्रायोरिटी नहीं, परमेश्वर का मंदिर बनाना प्रायोरिटी है. കഠിനമായൊരു ശപഥം ചെയ്തിട്ടും ऐसा एक वादा लेने के बावजूद ദൈവം പറഞ്ഞു നീ അല്ല ആലയം പണിയേണ്ടത്. परमेश्वर ने बोला तू नहीं मंदिर बनाना. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. यह एक बात हमें समझना है. നമ്മുടെ ആഗ്രഹമല്ല ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഹിതം. हमारा इच्छा नहीं है परमेश्वर का हमारे ऊपर जो इच्छा है. നമുക്ക് ഒത്തിരി നല്ല നല്ല ആഗ്രഹങ്ങൾ കാണും അല്ലേ? हमें बहुत सारे अच्छी इच्छाएं रहेंगी. പക്ഷേ ദൈവം നമ്മെ ഏൽപ്പിച്ചതായിരിക്കത്തില്ല അത്. लेकिन परमेश्वर हमारे हाथों में सौंपा नहीं रहेगा. वो എല്ലാവർക്കും മനസ്സിലായോ? सबको पता चला. ദൈവത്തിന്റെ ഹിതവും നമ്മുടെ ആഗ്രഹവും തമ്മിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകരുത്. आमीन. परमेश्वर का इच्छा और हमारा इच्छाओं में हमें कंफ्यूज नहीं ചിലപ്പോൾ होना है. ദൈവം നമ്മളോട് പറയുന്നത് कभी परमेश्वर हमसे कहता है നമുക്ക് ആഗ്രഹമില്ലാത്ത കാര്യമായിരിക്കും. हमें जो इच्छा नहीं है वो रहेगा. ഹല്ലേലൂയ. നമുക്ക് ഒട്ടും പിടിക്കാത്ത കാര്യമായിരിക്കും ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്നത്. हमें जरा से पसंद नहीं वो बातें हो सकते हैं परमेश्वर പക്ഷെ करने. അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ लेकिन अगर वो परमेश्वर की इच्छा है നമ്മൾ तो അതിന് സബ്മിസീവ് ആകുക. हमें उसके लिए समर्पण करना है. ഇവിടെ ദാവീദിന് വലിയ ആഗ്രഹം ആലയം പണിയണം. यह दावीद को बहुत इच्छा है मंदिर बनाना ദൈവം है. പറഞ്ഞു നീ അല്ല ആലയം പണിയേണ്ടത്. परमेश्वर बोला तू नहीं मंदिर बनाना. എന്തുകൊണ്ടാണ് അങ്ങനെ? क्यों ऐसा? ദൈവം ദാവീദിനെ വിളിച്ചത് ആലയം പണിയാനുള്ള വിളിയല്ലായിരുന്നു. परमेश्वर ने दावीद को मंदिर बनाने के लिए नहीं बुलाया. ദാവീദിന്റെ വിളി दावीद का जो വേദോസം बुलावट है പഠിപ്പിക്കുന്നത് യുദ്ധം ചെയ്യാനുള്ള വിളിയായിരുന്നു. उसका जो बुलावट है युद्ध करने के लिए था. ശത്രുക്കളെ ഒതുക്കി ദേശത്തിന് സ്വസ്ഥത വരുത്തുന്ന യുദ്ധങ്ങൾ ചെയ്യുന്നവനായിരുന്നു ദാവീദ്. शत्रुओं को नाश करके देश को शांति देने के लिए उसको बुलाया था. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, वचन हमें सिखाता है നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. कि वचन हमें सिखाता है कि हमारा बुलावट को और चुनाव को हमें पक्का करना है. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അങ്ങനെ പറഞ്ഞു, एफएससी में पौलुस इस प्रकार നിങ്ങളുടെ कहता है വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. अपना जो बुलावट है और उसको पक्का നമ്മൾ करना ഇങ്ങനെ है. ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. हम बहुत सारी चीजें करते हैं. പക്ഷെ ദൈവത്തിന്റെ വിളിയുടെ പുറത്താ നമ്മൾ ചെയ്യുന്നെങ്കിലോ अगर परमेश्वर का बुलावट पे हम നമ്മൾ कर रहे അതിലും നല്ല കാര്യമാണ് ചെയ്യുന്നത്. हैं उसे भी अच्छा चीजें ദൈവം करता है. വിളിച്ചതിലും നല്ല കാര്യമാണ് ചെയ്യുന്നത്. परमेश्वर जो बुलाया उससे भी अच्छा किया. ദാവീദ് കയറി ആലയം പണിതു. दावीद जाके मंदिर बनाया. എന്ത് സംഭവിക്കും? क्या होगा? ദൈവഹിതമല്ല കേട്ടോ, वो परमेश्वर की പക്ഷെ इच्छा नहीं നല്ല है. കാര്യമല്ലേ? लेकिन अच्छी बात है. ആലയം വേണ്ടതല്ലേ? मंदिर चाहिए. കയറി അങ്ങ് ആലയം പണിതു. जाके मंदिर बनाया. അത് അപകടമായി തീരുവാനിടയായി തീരും. वो दुर्घटना होगा. നമ്മുടെ ആഗ്രഹമല്ല ദൈവത്തിന്റെ ഹിതം. हमारा इच्छा नहीं है परमेश्वर का इच्छा. ദൈവത്തിന്റെ ഹിതം ദൈവം ദാവീദിനോട് പറഞ്ഞു, परमेश्वर की इच्छा जो है നീ दावीद അല്ല, को बताया. നിന്റെ മകനാണ് ആലയം പണിയാൻ പോകുന്നത്. तू नहीं तेरा बेटा मंदिर बनाएगा. അവൻ സമാധാന പുത്രനായിരിക്കും. वो शांति का पुत्र रहेगा. നീ യുദ്ധം ചെയ്തവനാ. तू युद्ध किया हुआ. നിന്റെ കരങ്ങളിൽ ഒത്തിരി രക്തം ഉണ്ടായിട്ടുണ്ട്. तेरे हाथों में बहुत लहू है. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, आपको एक चीज समझना ഇവൻ है. യുദ്ധം ചെയ്തത് ദൈവത്തിന്റെ ജനത്തെ രക്ഷിക്കാനാണെങ്കിലും इसने युद्ध किया लोग परमेश्वर की प्रजा को बचाने के लिए. ദൈവത്തിന്റെ ജനത്തെ രക്ഷിക്കാനല്ലേ യുദ്ധം ചെയ്തത്? परमेश्वर की प्रजा को बचाने के लिए. ആണെങ്കിലും കയ്യിൽ പറ്റിയ രക്തമാണ്.
फिर भी हाथ में जो लहू या वो लहू है, അത് പഴയ നിയമത്തിലും അങ്ങനെ കേട്ടോ. वो पुराना नियम में भी ऐसा है ദൈവം പറഞ്ഞില്ലടാ എനിക്ക് വേണ്ടിയല്ലേ യുദ്ധം ചെയ്തത് പോട്ടടാന്ന് പറഞ്ഞില്ല. ചില ബ്ലെസ്സിങ് അവന് തടയപ്പെട്ടു. कि परमेश्वर ने नहीं बोला कि जाने दे, उसके लिए कुछ ब्लेसिंग जो കാരണം ദൈവത്തിന്റെ ധാർമ്മികത ദൈവത്തിന്റെ നീതി വിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. कि परमेश्वर अपनी धार्मिकता छोड़ के कुछ भी नहीं करता. ദാവീദിനോട് പറഞ്ഞു നിന്റെ കരങ്ങളിൽ രക്തമുള്ള കരങ്ങളാണ്, അതുകൊണ്ട് നീ എൻ്റെ ആലയം പണിയാൻ പറ്റത്തില്ല. दावीद को बोला तेरे हाथों में लहू लगा हुआ, इसलिए तू मेरा मंदिर नहीं बना सकता. എന്നാൽ നിനക്കൊരു തലമുറയുണ്ടാകും, लेकिन तुझे एक पीढ़ी होगा, അവൻ സമാധാനപുത്രനായിരിക്കും, वो शांति का पुत्र रहेगा, അവനെ കൊണ്ടായിരിക്കും ഞാൻ ആലയം പണിയിക്കുന്നത്. उससे मैं ये बनाऊंगा. ശലോമോനാണ് ആലയം പണിവാനുള്ള നിയോഗം കിട്ടിയത്. सुलेमान को है जो मंदिर बनाने का, ശലോമോന്റെ വിളി ആലയം പണിയാനുള്ള വിളിയായി. उसका जो बुलावट था मंदिर बनाने के लिए था. ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്ന പദ്ധതികളുണ്ട്. परमेश्वर हर एक से चाहने वाला इच्छा है, അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. उसे पूरा करना हमारा जीवन का लक्ष्य है. അതിലും നല്ല ഒത്തിരി കാര്യം നമുക്ക് ചെയ്യാൻ അറിയാമായിരിക്കാം. उससे बेहतरीन बहुत सारी चीजें हम कर सकते നമ്മളത് होंगे, ചെയ്യുന്നുമുണ്ടാകാം. शायद हम करता भी പക്ഷെ होगा, ദൈവം തൃപ്തനല്ല. लेकिन उसे परमेश्वर तृप्त नहीं ദൈവം होता. ഏൽപ്പിച്ചത് നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर जो सौंपा है वो हमें करना है, वो परमेश्वर चाहता है. ദൈവത്തിന്റെ ഹിതം എന്തെന്ന് അറിഞ്ഞ് നാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. परमेश्वर की इच्छा क्या जान के हमें करना है. ഇന്ന് രാവിലെ നമ്മള് ഹിന്ദി സർവീസിൽ ബിലിയാമിന്റെ കാര്യം കേട്ടല്ലോ. आज सुबह हम हिंदी सर्विस में बलियाम के ബിലിയാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, उसके बारे में मैंने कहा ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലുമുണ്ട്, परमेश्वर का परफेक्ट विल है, ദൈവത്തിന്റെ പെർമിസീവ് വില്ലുമുണ്ട്. और परमेश्वर का परमिसिव विल भी है. പെർഫെക്റ്റ് വില്ല് എന്ന് പറഞ്ഞാൽ എന്താ? परमेश्वर का पूरा इच्छा क्या है? ദാവീദിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല്, दावीद के ऊपर सिद्ध इच्छा क्या है നീ परमेश्वर ആലയം का? പണിയണ്ട, എന്റെ യുദ്ധങ്ങൾ ചെയ്യണം എന്നുള്ളതാ. तू मंदिर मत बना, मेरे लिए युद्ध അത് कर. കേട്ടപ്പോ ദാവീദ് സബ്മിസീവ്, ഓക്കെ കർത്താവ് ഞാൻ ആലയം പണിയത്തില്ല. वो सुन के दावीद समर्पण किया. ഇത് കൂടാതെ ദാവീദ് ബലം പ്രയോഗിച്ച് ആലയം പണിയാൻ പോയാൽ അത് ഭയങ്കര അനർത്ഥങ്ങൾക്ക് കാരണമാകും. अगर उसके बदले में अगर वो बल लेके अगर मंदिर बनाए तो ദൈവഹിതമല്ലാതെ പ്രവർത്തിക്കാൻ പോയാൽ അത് വലിയ നഷ്ടങ്ങൾക്ക് ഒരു പക്ഷേ കാരണമാകും. परमेश्वर की इच्छा के बिना जाएगा तो नष्ट का कारण होगा. ധന്യവാദ് യേശു, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, आप ध्यान देना. രാവിലെ ബിലിയാമിന്റെ കാര്യത്തിൽ പറഞ്ഞു. सुबह बलियाम के बारे में कहा. ബിലിയാം പറഞ്ഞു ഞാൻ മോവാബിലേക്ക് പോവുകയാണ് ദൈവമേ. उसने कहा मैं मोआब में जा रहा हूं എന്തിനു परमेश्वर. വേണ്ടിയാ പോകുന്നത്? क्यों जा रहे हैं? ഇസ്രായേലിനെ ശപിക്കാനാ പോകുന്നത്. इस्राएल को श्राप देने के लिए. അപ്പൊ ദൈവം പറഞ്ഞു നീ പോകരുത്. परमेश्वर बोला तुम मत जाना. അത് ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല. वो परमेश्वर सिद्ध इच्छा है. ബിലിയാം ഇനി ഒരു കാരണവശാലും പോകാൻ പാടില്ല. बिलियाम तो कोई भी तरह से नहीं जाना. പക്ഷേ लेकिन നമ്മളവിടെ കാണുന്നത് हम वहां ഈ देखता है ബിലിയാമിനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്ന രാജാവിന്റെ ആളുകൾ कि उसको जो नियंत्रण आमंत्रण करने वाला जो राजा രാജാവിനോട് है, ചെന്നിട്ട് പറഞ്ഞു, राजा से जाके कहा നമ്മൾ വിളിച്ചിട്ട് ബിലിയാം വന്നില്ല കേട്ടോ. हम बुलाए फिर भी वो नहीं आया. അപ്പൊ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? तो राजा ने क्या किया? ആദ്യം അയച്ചതിലും ബഹുമാനിക്കപ്പെടുന്ന ഉന്നതന്മാരാകുന്ന പ്രഭുക്കന്മാരെ അങ്ങോട്ട് അയച്ചു. कि पहले जो बुला उससे भी बड़ा श्रेष्ठ लोगों को भेजा. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം വന്ന് പറഞ്ഞൊരു കേട്ടില്ല, അതിലും വലിയ ആളുകളെ വിട്ടു. അപ്പൊ അവര് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? तो पहले जो भेजा उनसे भी बड़े लोगों को भेजा, वो बोलेगे तो सुनना है. വലിയ നേതാക്കന്മാരാ സംസാരിക്കാൻ വരുന്നത്. बड़े बड़े नेता लोग बात करने आ रहे हैं. ആരാണെങ്കിലും മനസ്സ് മാറിപ്പോകും. कोई भी रहेगा तो मन बदलेगा. പോരെങ്കിൽ വലിയ ഓഫറാ കൊടുക്കുന്നത്. और बड़े ऑफर दे रहे हैं. നിന്നെ ഞാൻ മാനിക്കുന്നാ പറയുന്നത്, वो बोलते मैं तुझे सम्मान करूंगा, നിന്നെ ഞാൻ വലുതാക്കുന്നാ പറയുന്നത്. मैं तुझे बड़ा करूंगा. ഇങ്ങനെയുള്ള ഓഫർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബിലിയാമിന്റെ മനസ്സ് മാറി. ऐसे ऑफर जब आया उसका मन बदला. ഞാൻ എപ്പോഴും പറയുന്നതാണ്, मैं हमेशा कहता है ഹല്ലേലൂയ, പണത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ धन के पीछे जाएगा तो ഏത് ദൈവദാസനും ഈ പരാജയം ഉണ്ടാകും. कोई भी परमेश्वर के दास को സമ്മാനം എന്ത് ചെയ്യുന്ന? सम्मान क्या करेगा? പ്രൊവേഴ്സ് എന്താ പറയുന്നത്? പ്രൊവേഴ്സ് ഇല്ലേ പറയുന്നത്? സമ്മാനം प्रोवर्ब्स में क्या कहता है? നീതിയെ, ഹല്ലേലൂയ, മാറ്റും. നീതിയെ തിരിച്ചു മറിക്കും. സമ്മാനം जो रिवार्ड है वो धार्मिकता को पलट लेता है. അത് അന്ധമാക്കും, കണ്ണുകളെ അന്ധമാക്കും. वो आंखों को अंधा करता है. അതുകൊണ്ടാണ് നമ്മൾ ഹല്ലേലൂയ ഈ പലരും പറയുന്നത് വലിയ സമ്മാനം വാങ്ങിക്കരുത്. इसके लिए बहुत सारे लोग बोलते हैं बड़े तोहफा नहीं പിന്നെ लेना സമ്മാനം है. തന്ന ആള് പറയുന്ന പോലെ നിൽക്കേണ്ടി വരും. फिर जो तोहफा देने वाले जो कहते हैं वैसा सुनना होगा. ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് എപ്പോഴും ചില കാര്യങ്ങളിൽ നോ പറയാനുള്ള ഒരു ധൈര്യമുണ്ട്. എനിക്ക് വേണ്ട, ഹല്ലേലൂയ, कि എനിക്ക് സമ്മാനം വേണ്ട. परमेश्वर के दास और बच्चों को भी ना कहने का आदत होना चाहिए. എന്തുകൊണ്ടാ സമ്മാനം വേണ്ട? क्यों तोहफा नहीं लेना है? അത് ഒരു പക്ഷെ ബിലിയാമിനുണ്ടാക്കിയ അപകടമുണ്ടാക്കും. वो जो बलियाम को जो दुर्घटना लाया वो ബിലിയാം ദൈവത്തോട് പറഞ്ഞു, बलियाम ने परमेश्वर से कहा ഒന്ന് പൊയ്ക്കോട്ടെ, एक बार जाने दे, ഞാൻ നീ പറയുന്നതേ പറയത്തുള്ളൂ. तू जो बोलेगा वही मैं कहेगा. ദൂതൊന്നും മാറ്റി പറയത്തില്ല, കറക്റ്റ് ദൂതേ പറയത്തുള്ളൂ. मैं कुछ भी दूसरा नहीं कहेगा. പക്ഷേ എനിക്ക് നല്ലൊരു വരുമാനം കിട്ടത്തില്ലയോ? ഹല്ലേലൂയ. लेकिन मुझे एक अच्छा എന്തിനാ इनकम വെറുതെ അത് मिलेगा. കളയുന്നത്? क्यों वो छोड़ूं? നിർബന്ധം കൂടിയപ്പോൾ
जब जबरदस्ती किया ദൈവം പറഞ്ഞു എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞു. तो परमेश्वर ठीक है അത് जाओ, ദൈവത്തിന്റെ ഹിതമല്ല. वो परमेश्वर की इच्छा അതിനെ नहीं है, വിളിക്കുന്ന പേര് പെർമിസീവ് വില്ല്. उसको बोलते हैं इजाजत. നമ്മൾ ഒത്തിരി കർത്താവിനോട് ഇവിടെ കർത്താവ് എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. हम बहुत परमेश्वर को बोलते हैं परमेश्वर हमें देना ही है. നിർബന്ധം സഹിക്കാതെ കർത്താവ് എന്നെ നീ കൊണ്ടുപോയിക്കണം. जब ज्यादा जबरदस्ती करते പക്ഷെ परमेश्वर ठीक है तू അതുകൊണ്ട് ले പിന്നെ जा, നമ്മൾ ഒത്തിരി തലവേദന അനുഭവിക്കേണ്ടി फिर വരും. उससे हमें बहुत सिर दर्द होता വേദോസത്തിൽ ഒത്തിരി ചരിത്ര ഉദാഹരണം ഉണ്ട്, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. है कि बच्चे बहुत सारे इतिहास से मैं उतर ദൈവം नहीं ഒരു जाऊंगा. കാര്യത്തിൽ നോ എന്ന് പറഞ്ഞാൽ അത് നോ എന്ന് അക്സെപ്റ്റ് ചെയ്താൽ തൽക്കാലം നഷ്ടമുണ്ടാകും, പക്ഷേ ലോങ് റണ്ണിൽ അതിന്റെ അനുഗ്രഹം നമുക്ക് വെളിപ്പെടും. परमेश्वर अगर ना बोलते, अगर हम स्वीकार करते तो हो सकता है कि अभी के समय वो थोड़ा दिक्कत होगा, लेकिन आगे जाके वो भलाई होगा. ദൈവം യേശു പറഞ്ഞതിനെ നിങ്ങൾ കാലുവെക്കുക. परमेश्वर जो हाँ बोला उसको तुम ദൈവത്തിന്റെ पैर रखो. പെർഫെക്റ്റ് വില്ല്, ദൈവത്തിന്റെ നിങ്ങളെ കുറിച്ചുള്ള ഏറ്റവും നല്ല പദ്ധതി. परमेश्वर जो आपका सबसे सिद्ध इच्छा है, ഈ जो अच्छा है. റോമാലേഖനം 12-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? रोमियो 12 में क्या कहता है ദൈവഹിതം വെളിപ്പെടണം അല്ലേ? कि परमेश्वर की इच्छा प्रकट होना है. അല്ലയോ? ദൈവഹിതം വെളിപ്പെടണം. ദൈവഹിതം വെളിപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ ദൈവഹിതം അറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. तो परमेश्वर की इच्छा को जानना है तो मन को फिराना है. ഏത് വിഷയത്തിൽ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ കർത്താവ് എന്താ നീ സംസാരിക്കേണ്ടത് അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പ് വേണം അതിന്. अगर परमेश्वर का अगर इच्छा जानना है, सुनना है, മനസ്സ് तो പുതുക്കണം. हमें अपने मन को नया करना है. മനസ്സ് പുതുക്കണം. हमें मन को ആ नया പഴയ करना है. മനസ്സും പഴയ സ്വഭാവം കൊണ്ടിരുന്ന ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. वो पुराना मन और पुराना स्वभाव से रखते हो आप परमेश्वर की आवाज नहीं सुन सकते. हमें रूपांतर करना है ദൈവഹിതം അറിയാൻ വേണ്ടി. परमेश्वर की इच्छा जानने के എങ്ങനെയുള്ള ദൈവഹിതമാ? लिए. कैसे परमेश्वर की इच्छा? എങ്ങനെയുള്ള ദൈവഹിതം എഴുതിയിട്ടുണ്ടല്ലോ. നന്മയും പ്രസാദവും പറഞ്ഞാട്ടെ, ബാക്കി അറിയാലോ. റോമാലേഖനം 12 നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഉണ്ടോ അങ്ങനെ? Yes, good, acceptable and perfect will of God. പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. അപ്പൊ പെർഫെക്റ്റ് വിൽ ഉണ്ടോ മക്കളെ? तो परफेक्ट विल है क्या? There is a perfect will of God. क्या सिद्ध इच्छा है परमेश्वर का? ഈ വചനം പറഞ്ഞു പെർഫെക്റ്റ് വിൽ ഉണ്ടെന്ന് പറയുന്നു. ये वचन बोलते हैं सिद्ध इच्छा है. ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പെർഫെക്റ്റ് വിൽ ഉണ്ട്. परमेश्वर को आपके ऊपर एक सिद्ध इच्छा You है. must realize what's God's perfect will about your life. आमीन, हालेलुया. हमें एहसास होना है परमेश्वर का सिद्ध इच्छा क्या है. Everything is not the will of God. सब कुछ परमेश्वर की इच्छा नहीं है. You must distinguish. ഹല്ലേലൂയ. നിങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം, നിങ്ങൾ അടയാളപ്പെടുത്തണം, നിങ്ങൾ തിരിച്ചറിയണം ഇത് പെർഫെക്റ്റ് വില്ലാണോ ഇത് പെർമിസീവ് വില്ലാണോ. आपको परखना है कि ये परमेश्वर का सिद्ध इच्छा है या इजाजत है. ദൈവം നമ്മളെ കുറിച്ച് വലിയ പദ്ധതി പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കി വെച്ചേക്കാം. परमेश्वर हमारे लिए बहुत बड़ा योजना बना है, നമ്മൾ അത് सिद्ध इच्छा. എടുക്കാൻ റെഡിയല്ല. हम वो लेने को तैयार നമ്മൾ नहीं കർത്താവ് है. എനിക്ക് അത് വേണ്ട. मैं बोलते हैं वो नहीं നമ്മൾ चाहिए. എന്തെങ്കിലും പിടിച്ചിട്ട് എനിക്ക് ഇത് മതി. हम कुछ चीज को पकड़ के बोलते हैं यही ഇത് बस തന്നെ കർത്താവ് എനിക്ക് വേണം. बस परमेश्वर यही बस. ദൈവം പല പ്രാവശ്യം പറഞ്ഞു നോക്കി, മോനെ ഇത് നിനക്ക് നല്ലതല്ല, നിനക്ക് യോജിച്ചതല്ല, അല്ലെങ്കിൽ നിന്നെ കുറിച്ചുള്ള എൻ്റെ പദ്ധതിയല്ല. परमेश्वर काफी बार बोला पर बेटा ये तेरे लिए नहीं है, तेरे लिए अच्छा नहीं है, പക്ഷെ ये मेरी इच्छा നമ്മളൊന്ന് नहीं है. വാശി പിടിക്കുക, लेकिन हम जिद पकड़ा है, എനിക്കിത് തന്നെ വേണം. मुझे यही बस. കർത്താവിനറിയാം ഇത് തന്നാൽ എന്താ കുഴപ്പമെന്നുള്ള കർത്താവിനറിയാം. परमेश्वर को पता ये देगा तो समस्या क्या है. അതുകൊണ്ട് കർത്താവ് ഇത് തരാൻ മടിക്കുന്നത്. इसके लिए परमेश्वर देना नहीं चाहता है. ഹല്ലേലൂയ. കർത്താവിന് ഇന്നുള്ള കാര്യം മാത്രമല്ല, കർത്താവിന് ഫ്യൂച്ചർ പറയാം കേട്ടോ. परमेश्वर केवल आज के बारे में नहीं, भविष्य भी वो जानता है. ബിലെയാം അങ്ങനെ ഒരു ഗുണം ചെയ്തു. बिलेयाम ने ऐसे गुण किया. ബിലെയാം എന്താ ഗുണം ചെയ്തെന്ന് അറിയാം? उसने क्या किया? ഞാൻ ഈ രണ്ട് വചനം കണക്ട് ചെയ്ത് പറയുക. ये दोनों वचन कनेक्ट करके कहता है. ബിലെയാം ഈ ജനത്തെ ശപിക്കാനാ പോയത്, ഇസ്രായേലിനെ ശപിക്കാനാ പോയത്. बिलेयाम जो है इस्राएल को श्राप करने गया. അവിടെ ചെന്നിട്ട് ശാപം ഒട്ടും നടന്നില്ല. वहां जाके श्राप नहीं हुआ. അവസാനം ബാലാക്കുമായിട്ട് അങ്ങ് പിണങ്ങി. लास्ट में बालाक के साथ जो है बिगड़ ബാലാക്കിന് गया. ദേഷ്യം വരുന്നില്ലയോ? उसको गुस्सा आया. ബാലാക്ക് പൈസ മുടക്കി കൊണ്ടുവന്നതാണ് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി. वो पैसा दे के लाया था इसराइल को श्राप देने പക്ഷെ के लिए. കേറി നിന്ന് എന്തൊരു അനുഗ്രഹം പറയുന്നറിയോ? वहां जाने के बाद कितने आशीष की बातें कहते ബിലെയാമിന്റെ हैं. 3 പ്രവചനങ്ങൾ 4 പ്രവചനങ്ങൾ അവിടെ ഉണ്ട്. 4 ഭയങ്കര ഫേമസ് ആ കേട്ടോ. कि उसने 4 भविष्यवाणी किए, चारों बहुत फेमस है. ഭയങ്കര പ്രവചനമായി ഇദ്ദേഹത്തിന്. बहुत बड़ा भविष्यवाणी है. അദ്ദേഹം പറഞ്ഞ പ്രവചനങ്ങളൊക്കെ ശരിയാ. उसने जो भी भविष्यवाणी दिया सही है, പക്ഷെ പുള്ളിയെ കുറിച്ച് തന്നെ പറഞ്ഞ പ്രവചനം തെറ്റിപ്പോയി. लेकिन उसके बारे में जो कहा वो गलत हुआ. ഹലോ, ശരിയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനാണോ? പുള്ളി ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ആബ്സല്യൂട്ട്ലി കറക്റ്റ് ആയിരുന്നു. उसने इसराइल के बारे में जो कहा एकदम सही था. അതെന്താ കാരണം എന്നറിയാം? वो कारण അത് क्या है? ദൈവത്തിന്റെ ഒരു നീതിയാ. वो परमेश्वर का धार्मिकता है. ശപിക്കാൻ കൊണ്ടുവന്നതിനെ കൊണ്ട് നിന്നെ അനുഗ്രഹിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാ. जो श्राप करने लाया उससे भी आशीष कराना परमेश्वर का धार्मिकता അപ്പം है. ഈ പിന്നെ ഈ ഇങ്ങനെ അനുഗ്രഹത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം जब आशीष का वचन ऐसे कह रहा था, ദൈവം ബിലെയാമിന്റെ വായിൽ കൂടെ ഇസ്രായേലിനെ അങ്ങ് അനുഗ്രഹിക്കുക. बरियाम के जबान से परमेश्वर इसराइल को आशीष कर रहे हैं. ഹല്ലേലൂയ. ശപിക്കാൻ വന്നവൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പദ്ധതിയാ കേട്ടോ. वो परमेश्वर का पद्धति था. ബിലെയാം ഓർത്ത് ഈ കൂട്ടത്തിൽ എന്നെ കുറിച്ച് 2 കാര്യം പറഞ്ഞാൽ അനുഗ്രഹമായിരിക്കും എന്ന് ഓർത്തു.
उस बिलियाम ने बोला कि मेरे बारे में दो बातें बोलो, अच्छा കാരണം ഇത്രയും പോസിറ്റീവ് ദൂത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. कि इतना अच्छी वाणी आ रहा है. വിലിയാമിന് ഒരു ഫ്ലോ ഉണ്ട് മെസ്സേജിന് കേട്ടോ. बिलियाम को लगा कि मैसेज का फ्लो है. ഈ കൂട്ടത്തിൽ ബ്രദറിനെ കുറിച്ച് ദൂത് പറയുമ്പോൾ ഭയങ്കര ഫ്ലോയാ. ഹല്ലേലൂയ. कि भाई के बारे में भविष्यवाणी तो ഈ एकदम फ्लो കൂട്ടത്തിൽ है. എന്നെ കുറിച്ചുകൂടെ രണ്ട് സെന്റൻസ് ഞാൻ ഫ്ലോ കിട്ടുമെന്ന് ഓർത്താ ഇടയ്ക്ക് കയറി പറഞ്ഞത്. कि मेरे बारे में दो बात कहते हैं बोल के बीच में कहा. എന്താ പറഞ്ഞെന്നറിയാം? क्या कहा? ഹല്ലേലൂയ. ആദ്യത്തെ പ്രവചനത്തിൽ തന്നെ पहली भविष्यवाणी में ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. 23:9 വാക്യമാണ് ഞാൻ വായിച്ചത്. 23 का नंबर्स 23:9. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, 10 വാക്യത്തിൽ ഇസ്രായേലിനെ കണ്ടിട്ട് പറയുക, യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഹല്ലേലൂയ. कहते हैं याकूब की धूली है, उसको कौन गिन सकता है? യാക്കോബിന്റെ ധൂളി, യാക്കോബിന്റെ പൊടി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വാഗ്ദത്തമാണ് കേട്ടോ. നീ സമുദ്രത്തിലെ കിനാരയിലെ മണൽത്തരി പോലെ വർദ്ധിക്കുന്ന വാഗ്ദത്തം ഇപ്പം പ്രവചിക്കുക. ये जो पहले का जो वादा है कि तू समुद्र के रेत के समान बढ़ेगा, അപ്പച്ചനോട് കിട്ടിയ ദൂതാ, पहले पिताजी को मिला हुआ था. തലമുറ വർദ്ധിക്കുന്നുള്ള ദൂത്. तेरा पीढ़ी बढ़ोतरी होगा. ധൂളി, പൊടി പോലെ, എണ്ണാൻ പറ്റാത്ത പൊടി പോലെ വർദ്ധിക്കുന്ന പഴയ ദൂതാ കേട്ടോ. वो पुराना भविष्यवाणी है कि गिन नहीं पाएंगे. ഇപ്പം ദൂത് നിവർത്തിച്ചിട്ട് ശപിക്കാൻ വന്നവൻ പറയടാ, എണ്ണാൻ പറ്റത്തില്ലല്ലോടാ, യാക്കോബിന്റെ തലമുറ എണ്ണാൻ പറ്റത്തില്ലല്ലോടാ. श्राप जो देने आए वो कहते हैं याकूब की पीढ़ी को गिन नहीं सकता. എന്നിട്ട് उसके बाद ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? और कहते हैं इस्राएल के जो समय को कौन गिन सकता है? ഹല്ലേലൂയ. ഇസ്രായേലിന്റെ കാലാംശത്തെ, അതിന് ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത്? പറഞ്ഞാട്ട് മക്കളെ. ആർക്ക് ഗണിക്കാം? ഇസ്രായേലിലെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ചുരുക്കി പറഞ്ഞാൽ ഈ ബിലിയാം എന്താ പറയുന്നതെന്ന് അറിയാമോ? बिलियाम क्या कहता है? ഇസ്രായേലിന്റെ അനുഗ്രഹത്തെ കണ്ടിട്ട് അത്ഭുതത്തോട് ദൂത് പറയുക. कि इस्राएल के आशीष देखिए चमत्कार से वाणी देता है. മനസ്സിലൊരു ചിന്തയുണ്ടായി, उसके मन में एक विचार आया, എനിക്കും ഈ ഇസ്രായേലിന്റെ കൂട്ടാകണം എന്നൊരു ചിന്തയുണ്ടായി. मुझे भी इस्राएल के समान होना है. അരെ, ഇസ്രായേലിന്റെ ധൂളിയെ എണ്ണാൻ പറ്റുമോ? അവന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാൻ പറ്റുമോ? ഇസ്രായേൽ ലിറ്ററലി അനുഗ്രഹിക്കപ്പെട്ടവനാ. इस्राएल साफ साफ आशीष पाया था. എനിക്ക് ഇസ്രായേലിനെ പോലെ ആകണം. मुझे इस्राएल के जैसा बनना है. ഇസ്രായേലിന്റെ മരണമൊക്കെ ഇവന്റെ മനസ്സിൽ വന്നു. इस्राएल का मृत्यु सब उसके मन में आया. എത്ര സുന്ദരമായ മരണമാ, कितना सुंदर मृत्यु അല്ലേ? था. ഹല്ലേലൂയ. തന്റെ കൊച്ചുമക്കളുടെ തലയിലൊക്കെ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് वो अपने बच्चों पोतों के बस जब सिर पे हाथ रखे കട്ടിലോട്ട് കാലെടുത്ത് വെച്ചിട്ട് ഒന്ന് കിടന്നു, ഒന്ന് ശ്വാസം വിട്ടു, ഇസ്രായേൽ പോയി. ഹല്ലേലൂയ. और शांति से बिस्तर में पड़ा और सांस लिया ബിലിയാം और അതൊക്കെ खत्म. ഓർത്തിട്ട് പറയും, എനിക്കും അങ്ങനെ മരിച്ചാൽ മതി കേട്ടോ. बिलियाम वो सब याद करके അടുത്ത मुझे വാക്യത്തിൽ वैसा അവൻ मरना അവനോട് है. തന്നെ പ്രവചിച്ചു, अगले आयत में उसने अपने आप से उत्तर दिया. ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ, मतलब भक्त लोग जैसे मरते वैसे എന്റെ मुझे मरने दे. അവസാനം അവന്റേതുപോലെ ആകട്ടെ. मेरा अंत भी उसके समान हो. ആരുടേതുപോലെ? किसके समान? ഇസ്രായേലിന്റെ പോലെ, इस्राएल के समान, യാക്കോബിന്റെ പോലെ. याकूब के ഇതാ ഈ समान. വാക്യത്തിന്റെ അർത്ഥം കേട്ടോ. ये आयत ആഗ്രഹം നല്ലതാ, इच्छा अच्छा है. ഭക്തന്റെ ജീവിതം, ഭക്തന്റെ മരണമൊക്കെ കണ്ടിട്ട് എനിക്കും അതുപോലെയൊക്കെ ആകണം. भक्त का जीवन वो सब देख തന്നെത്താൻ പ്രവചിച്ചു, अपने आप भविष्यवाणी ഭക്തൻ दिया. മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. भक्त जैसे मरते പക്ഷേ वैसे मुझे എങ്ങനെയാ मरने दे. മരിച്ചത്? लेकिन वो कैसे मरा? ന്യായാധിപന്മാരുടെ പുസ്തകം 31 അധ്യായത്തിൽ അവന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. जजेस 39 में उसके मृत्यु के बारे में लिख के रखा. ഈ ബിലിയാം ചെറിയ ക്യാരക്ടർ അല്ല, വേദപുസ്തകത്തിൽ ഒത്തിരി റെഫറൻസ് ഇതിനെ കുറിച്ചുണ്ട്. ये छोटा कैरेक्टर नहीं, उसके बारे में बहुत सारे रेफरेंस है. ന്യായാധിപന്മാരല്ല, സോറി, നമ്പേഴ്സ്. Numbers. ഹല്ലേലൂയ. ഗിന്തി. സംഖ്യാപുസ്തകം 31 അധ്യായത്തിൽ, ഐ എം സോറി, ഗിന്തി സംഖ്യ 31 അധ്യായത്തിൽ ബിലിയാമിന്റെ മരണം എഴുതിയിട്ടുണ്ട്. गिनती 31 में बिलियाम का मृत्यु के बारे में लिखा है. ഹല്ലേലൂയ. ആ വാക്യം കിട്ടിയ നിങ്ങൾക്ക്? 8ാമത്തെ വാക്യമാണോ? ഒന്ന് നോക്കിക്കാട്ടെ. 8ാമത്തെ വാക്യം. നോക്കേ, ഈ പുള്ളി എങ്ങനെ വന്നെന്നാ? इसको ഇവൻ कैसे मारा? ആഗ്രഹിച്ചെന്താ? ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കട്ടെ. പക്ഷെ മരിച്ചത് എങ്ങനെയാ? या क्या इच्छा रखा कि भक्त जैसे मरते वैसे मरने, लेकिन कैसे मरा? ആരുടെ വാള് കൊണ്ടാ? किसके तलवार से? ഈ ഇസ്രായേലിന്റെ വാള് കൊണ്ട്. इस्राएल की तलवार से. പ്രസംഗിക്കേണ്ട ഒത്തിരി വിഷയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. प्रचार करने वाली बहुत सारी बातें इसमें है. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു സത്യം നാം മനസ്സിലാക്കണം. परमेश्वर बच्चों में सच्चाई जानना ഭക്തൻ है മരിക്കേണ്ട പോലെ മരിക്കണം എന്ന് ആഗ്രഹിച്ചു. कि भक्त जैसे मरते वैसे मरना इच्छा പക്ഷെ रखा, ഭക്തൻ ജീവിച്ചതുപോലെ ജീവിച്ചില്ല. लेकिन भक्त जैसे जीते वैसे जिया ആഗ്രഹം नहीं. മാത്രം മതിയോ? इच्छा ही काफी है क्या? ഒരാ ജീവിതത്തിൽ ഭക്തനായിരിക്കണം, അല്ലേ? जीवन में भक्त होना है. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ ഈ ബിലിയാം कम शब्दों में बोलते बिलियाम ഇസ്രായേലിനെ കുറിച്ച് ഭയങ്കര പ്രവചനങ്ങളാണ് പ്രവചിച്ചത്. इस्राएल के ऊपर बहुत बड़ा भविष्यवाणी दिया.
അന്ന് കണ്ട കാഴ്ചയിൽ നിന്നുള്ള പ്രവചനങ്ങൾ മാത്രമല്ല, वो जो देखा हुआ उसमें से नहीं भविष्यवाणी दिया। 24-ാം അധ്യായത്തിൽ ഗംഭീരമായൊരു പ്രവചനം 24 में एक बहुत बड़ा एक भविष्यवाणी है। ബാലാക്കുമായിട്ട് അങ്ങ് പിണങ്ങി. 12 के साथ वो बिगड़ गया। അനുഗ്രഹിക്കാൻ കൊണ്ടുവന്ന നീ ഇപ്പൊ ശപിച്ചോണ്ടിരിക്കുക, ശപിക്കാൻ കൊണ്ടുവന്ന നീ ഇപ്പൊ അനുഗ്രഹിച്ചോണ്ടിരിക്കുക. बालक कहते जो आशीष शाप देने के लिए आया, ഇതിനാണോ നിന്നെ ഞാൻ കാശ് മുടക്കി കൊണ്ടുവന്നത്? इसके तुझे पैसा दे के लाया। ബിലെയാം പറഞ്ഞു, ഒരു രക്ഷയുമില്ല, എന്റെ വായിൽ ദൈവം ഇതാ തന്നോണ്ടിരിക്കുന്നത്. तो कुछ भी नहीं, मेरे जमाने परमेश्वर दे। അവസാനം ബിലെയാം പറയുക, अंत में वो कहता है, ഇനി ഞാന് നിന്റെ ദേശത്തിന്റെ ഭാവി എന്താന്ന് പ്രവചിക്കാൻ പോവുകയാണ്. अब मैं तेरा देश का भविष्य क्या, ഞാൻ ഭാവി പ്രവചിക്കാൻ പോവാന്ന്. मैं तेरा देश का भविष्य, മോവാബേ നിന്റെ ഭാവി എന്താണെന്ന് പ്രവചിക്കാൻ പോകുകയാണ്. मोआब तेरा भविष्य क्या, मैं भविष्यवाणी देता हूं। ശത്രു രാജ്യങ്ങളുടെ ഭാവി ഞാൻ പ്രവചിക്കാൻ പോകുകയാണ്. तेरे साथ जो शत्रु देश उसका भविष्य मैं बताता हूं। ഹല്ലേലൂയ. 17-ാം വാക്യം മുതൽ ബിലെയാമിന്റെ പ്രവചനമാണ് കേട്ടോ. 17 आयत से उसका भविष्यवाणी है। ഭയങ്കര പ്രവചനമാണ്. बहुत बड़ा भविष्यवाणी है ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മോവാബിനെ നോക്കിയൊക്കെ പ്രവചിക്കുക. कि भविष्य में जो होने वाले मोआब को देख के എന്താ कहता है। പ്രവചനം എന്നറിയാമോ? क्या कहता है? ആദ്യം പറഞ്ഞ സെന്റൻസ്, ഞാൻ അവനെ കാണും. पहले कहते हैं मैं उसे देखूंगा, ഇപ്പോൾ അല്ലതാനും, अभी नहीं, ഞാൻ അവനെ ദർശിക്കും, मैं उसे दर्शन दूंगा। അടുത്തല്ലതാനും. ഇതും ബിലിയാമിന്റെ ജീവിതത്തിൽ നടക്കാതെ പോയൊരു പ്രവചനമാണ്. ये भी बलियाम के जीवन में नहीं हुआ। പ്രവചനം കറക്റ്റായി, भविष्यवाणी सही हुआ, പക്ഷെ അവനത് കാണാൻ പറ്റിയില്ല കേട്ടോ. लेकिन उसे देख नहीं पाया। താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്താ ബിലിയാം പ്രവചിക്കുന്നത്? क्या वो भविष्यवाणी कहता है? യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, याकूब के में से एक तारा ഇസ്രായേലിൽ निकलेगा, നിന്ന് ഒരു ചെങ്കോൽ ഉയരും, इस्राएल से एक, അത് മോവാബേ നിന്റെ പാർശ്വങ്ങളെ തകർക്കാൻ वो പോവുകയാണ്. मोआब तेरे को नाश करेगा। നിങ്ങൾ ആ ദൂതിലൊക്കെ ഒന്ന് കയറി വന്നാട്ട് वो वाणी में आप जरा आइए। സർവീസ് നമ്മൾ കേട്ടു, सुबह का संदेश हमने सुना। മോവാബ് ബിലിയാമിനെ വിളിച്ചുകൊണ്ട് വന്നത് ഇസ്രായേലിനെ ശപിക്കാനാ. मोआब जो है इस्राएल को शाप देने के लिए बुलाया था, പക്ഷെ ദൈവം അവരെ അനുഗ്രഹിച്ചു. लेकिन परमेश्वर ने ദൈവം आशीष किया। അനുഗ്രഹിക്കുക മാത്രമല്ല, कि परमेश्वर सिर्फ आशीष മോവാബിനെ नहीं किया, നോക്കിയൊരു ദൂത് പറയുക, मोआब को देख के एक वाणी देता മോവാബേ है। ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയർന്നു വരാൻ പോകുക, बोलते कि इस्राएल से एक യാക്കോബിൽ നിന്നൊരു നക്ഷത്രം എഴുന്നേറ്റ് വരാൻ പോകുക, याकूब से एक तारा അത് आएगा, മോവാബേ നിന്റെ പാർശ്വങ്ങളെ തകർക്കാൻ പോകുക. और मोआब तुझे नाश करेगा। നിങ്ങൾക്കറിയാമോ ഇത് ഏറ്റവും ഉറപ്പായിട്ട് പ്രധാനമായിട്ടും ആരെ കുറിച്ച് പറഞ്ഞ ദൂതാണെന്ന്? ये किसके बारे में कहते हैं? ഒരു സംശയവുമില്ല, कोई शक नहीं, യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ यीशु मसीह के बारे में कहता है। യാക്കോബിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് എഴുന്നേറ്റ നക്ഷത്രം യേശു കർത്താവാണ്. याकूब से इस्राएल से जो उठा तारा जो यीशु मसीह है, ആ ചെങ്കോൽ, ഹല്ലേലൂയ, वो राजदंड, അത് യേശു കർത്താവാണ്. वो यीशु मसीह है। ശപിക്കാൻ വന്ന ശക്തികളെ തകർത്ത ഒരു യേശു കർത്താവ്. जो श्राप करने देने आमीन आया उस പറഞ്ഞാട്ടെ. शक्तियों को नाश किया हुआ यीशु मसीह। നിനക്കെതിരെ ശാപമുണ്ടോ? तेरे विरुद्ध में श्राप നിനക്കെതിരെ है। ശത്രു എഴുതി വിടുന്ന സ്പെൽസ് അല്ലേ? അവന്റെ എന്താ പറയുന്നത്? ഹല്ലേലൂയ, राजदंड, ഹല്ലേലൂയ. അവന്റെ സ്പെൽ എന്ന് പറയത്തില്ലേ, ഇത് ശാപവാക്കുകൾ ഉണ്ടോ? ഹല്ലേലൂയ, उसकी शाप की बातें हैं क्या? ഹല്ലേലൂയ. നിനക്കെതിരെ ശത്രു വിധി എഴുതിയ വിധിയെഴുത്തുകളുണ്ടോ? तेरे विरुद्ध में शत्रु ने लिखा हुआ कुछ लिखावट है क्या? യാക്കോബിൽ നിന്ന് ഒരു അധികാരമുള്ളവൻ, ഇസ്രായേലിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്. അവൻ മോവാബേ, നിനക്കെതിരെ എതിരിട്ട് നിൽക്കുന്ന മോവാബേ, ആ ശക്തികളെ തകർക്കുവാൻ പ്രാപ്തനാണ്. कि तेरे विरुद्ध जो खड़ा हुआ मोआब की जो शक्ति उसको नाश करने के लिए सामर्थ्यशाली है। ഇത് യേശു കർത്താവിനെ കുറിച്ചുള്ള ദൂതാണ്. ये यीशु मसीह के बारे में वाणी है। ബിലിയാമിന് ആഗ്രഹം, ബിലിയാം പറയണം ഇപ്പോഴല്ല വരുന്നത് കേട്ടോ, बिलेम कहते अभी नहीं आएगा, അവൻ വരും. ഹല്ലേലൂയ. ആയേഗാ. അങ്ങനല്ലേ പറയുന്നത്? ഉടനെ ഒന്നും അല്ലെന്ന് ബിലിയാം പറയുന്നുണ്ട്. എന്തൊരു बिलेम ദൂതാ. कहते अभी नहीं, അവൻ വരും, वो आएगा। ഞാൻ അവനെ കാണുന്നൊക്കെ പ്രതീക്ഷയാ ബിലിയാമിന്. പക്ഷേ बोलते मैं उसे देखूंगा करके ബിലിയാമിനെ കാണാൻ उम्मीद है, പറ്റിയില്ല കേട്ടോ. लेकिन वो नहीं देख ഹല്ലേലൂയ. पाया। കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर धन्यवाद देता हूँ। പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ദൈവമക്കളോടായി പറയട്ടെ. पवित्र आत्मा की वाणी आपको बताता हूँ। നമുക്കെതിരെ ശത്രു ഒരുക്കിയ എല്ലാ പദ്ധതികളെയും തകർക്കുന്നത് കാൽവറി ക്രൂശാണ്. आमीन, हालेलुया। हमारे विरुद्ध में शत्रु ने जो भी योजना बना सारे योजना को नाश कर നമുക്കെതിരെയുള്ള ശാപങ്ങളെ, ആഭിചാരങ്ങളെ എല്ലാം തകർക്കുന്നത് യേശു കർത്താവിലൂടെയാണ്. कि हमारे बारे में जो भी जादू तो सबको नाश करते यीशु मसीह के द्वारा। പ്രാർത്ഥിച്ചാട്ടി പകൽക്കാലം आप जरा प्रार्थना करो। आज के നിങ്ങൾക്കെതിരെ दिन ശാപങ്ങൾ ഉണ്ടെങ്കിൽ, आपके विरुद्ध में श्राप है, നിങ്ങൾക്കെതിരെ ആഭിചാര ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ, आपके ऊपर जादू टोना है, നിങ്ങൾക്കെതിരെ ശത്രുവിന്റെ പ്രവർത്തികൾ ഉണ്ടെങ്കിൽ, आपके विरुद्ध में शत्रु का योजना है, ആ കേഴ്സിനെ ബ്രേക്ക് ചെയ്യുവാൻ उस श्राप को तोड़ने के लिए വേറെ ആരും വേണ്ട, और कोई नहीं चाहिए, യേശു മാത്രം മതി. केवल यीशु ही बस। ഏറ്റവും നല്ല കേഴ്സ് ബ്രേക്കർ ആരാന്നറിയാമോ? सबसे अच्छा श्राप तोड़ने वाला कौन है? യേശു കർത്താവ്. യേശു മസീഹ്. അല്ലാതെ ഏതെങ്കിലും XYZ പാസ്റ്റർമാർക്ക് കേഴ്സ് ബ്രേക്കിങ്ങിനുള്ള പവർ ഉണ്ടെന്ന് നമ്മൾ അവരെ വിളിക്കേണ്ട കാര്യമില്ല. कोई पासवान को श्राप तोड़ने की शक्ति बल्कि उन्हें बुलाने की जरूरत नहीं है। ഹല്ലേലൂയ. കാൽവറി ക്രൂശിൽ അവൻ നമ്മുടെ ശാപങ്ങളെ തകർത്തു.
कालवरी की क्रूस पे उसने अपने श्रापों को नाश किया। പകൽക്കാലം എന്തെങ്കിലും വിധത്തിലുള്ള ശാപബന്ധനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അടിമയാണെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് കാൽവറി ക്രൂശ് ആ ശാപങ്ങളെ പൊട്ടിച്ചു മാറ്റും. अगर आज कोई भी श्राप के ऊपर आप गुलाम है तो आज अपने आप को समर्पण करो यीशु के पास, ചില वो उसे കുടുംബങ്ങൾ तोड़ेगा। ഇന്നും ശാപത്തിന്റെ അടിയിലായിരിക്കാം. बहुत सारे लोग आज भी श्राप के अंदर होगा। എനിക്കറിയാം ചില കുടുംബങ്ങൾ അവർക്ക് വിടുതൽ കിട്ടാത്തതിന്റെ, വളർച്ച കിട്ടാത്തതിന്റെ, ഡെലിവറൻസ് കിട്ടാത്തതിന്റെ, സമാധാനം കിട്ടാത്തതിന്റെ കാരണം പാരമ്പര്യമായ കുടുംബങ്ങൾക്കകത്തുള്ള ശാപം കൊണ്ടാണ്. मैं जानता हूँ कि बहुत सारे कुटुंब को जो आज भी जो बढ़ोतरी नहीं मिलते, പുതിയ शांति नहीं നിയമത്തിലും मिलता, പഴയ वो श्राप നിയമത്തിലും की वजह से। പുതിയ नया नियम നിയമത്തിലും पुराना പഴയ नियम, നിയമത്തിലും ശാപത്തെ കുറിച്ചുള്ള വചനങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സംസാരിച്ചു. कि नया नियम पुराना नियम भी श्राप के ऊपर जो वचन है फ्राइडे को बताया। ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം. आप प्रार्थना करके समर्पण നിങ്ങളുടെ करो। കുടുംബത്തിനകത്തുള്ള ആ ശാപം മാറിപ്പോകുവാൻ തക്കോണം. आपके कुटुंब के अंदर का जो श्राप निकलने के लिए। ചിലരോട് ഭാഷ രക്ഷിക്കപ്പെട്ടതല്ല, ഇനി ആ ശാപം നിൽക്കത്തില്ലെന്ന് പറയും. कुछ लोग कहेंगे उद्धार पाया, अभी वो श्राप नहीं ഇത് रहेंगे। മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. आपको समझने वाली एक बात है, രക്ഷിക്കപ്പെട്ടപ്പോൾ മാറിപ്പോയത് ആദാമ്യ വർഗത്തിന്റെ ആ ശാപമാണ് നിങ്ങളിൽ നിന്ന് കർത്താവ് മാറ്റിയത്. कि जब उद्धार पाया तो आदमी गुण से जो था वो वाला श्राप परमेश्वर എന്നാൽ ने हटाया നിങ്ങളുടെ है। കുടുംബത്തിന്റെ അകത്തുള്ള, लेकिन आपके कुटुंब के अंदर जो നിങ്ങളുടെ है, പിതാക്കന്മാർ വരുത്തി വെച്ച പാപത്തിന്റെ ഫലമായിട്ടുള്ള ദൈവശിക്ഷ, आपके ഹല്ലേലൂയ, पूर्वजों ने जो रखा हुआ पाप के जो അതിനെയാണ് परमेश्वर ശാപം का എന്ന് जो दंड വിളിക്കുന്നത്. है, उसको श्राप ആ बुलाता है। ദൈവശിക്ഷ മാറിപ്പോകണമെങ്കിൽ वो परमेश्वर का शिक्षा दूर होना അത് है तो നിങ്ങൾ ഏറ്റുപറയണം. वो आपको स्वीकार करना അത് है। ക്രൂശിലെ രക്തത്താൽ കഴുകപ്പെടണം. वो क्रूस की लहू से धोना है। അങ്ങനെയുള്ള ശാപങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ പ്രാർത്ഥിക്കണം. वैसे श्राप जीवन से दूर होने के लिए प्रार्थना ഇത് करना है। ദൈവവചനത്തിന്റെ വ്യവസ്ഥയാ കേട്ടോ. ये परमेश्वर के वचन का व्यवस्था है। ഹലോ, യേശു കർത്താവ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് यीशु मसीह सूली पे मरा, വചനം പറഞ്ഞ അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ടെന്നല്ലേ? वचन कहते उसके घोड़े खाने से हम चंगा हुआ। അങ്ങനെയല്ലേ വചനം? ऐसा है वचन। അതുകൊണ്ട് നമുക്ക് രോഗം വന്നാൽ ഓട്ടോമാറ്റിക് സൗഖ്യമാകുമോ? तो उसका मतलब है बीमार होएगा तो ऑटोमेटिक चंगा होगा क्या? പിന്നെ എന്ത് ചെയ്യണം? हमें क्या करना ആ है? സൗഖ്യം നമ്മൾ ഏറ്റെടുക്കണം അല്ലേ? वो चंगाई को हमें അത് स्वीकार करना है। പ്രാർത്ഥിച്ച് സ്വീകരിക്കുമ്പോഴാണോ സൗഖ്യമാകുന്നത്? प्रार्थना करके स्वीकार करे तो चंगा യേശു होता है। കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ? कि यीशु मसीह कालवरी में मरा अपने पापों के लिए। അതുകൊണ്ട് ആരെങ്കിലും പറയും ഇനി പാപം ഒന്നും ഏറ്റു പറയണ്ട, യേശു മരിച്ചു കേട്ടോ, ഇനി പാപം ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? और कोई बोलता है पाप नहीं है तो सही है क्या? ഞാൻ പറഞ്ഞതിന്റെ ലോജിക്ക് മനസ്സിലായോ? मैं जो कह रहा हूं उसका लॉजिक യേശു ക്രൂശിൽ മരിച്ചോണ്ട് പാപം എല്ലാം ക്ഷമിക്കപ്പെട്ടു, ഇനി പാപം ഇല്ല, यीशु सूली पे मरा बोल के അതിന് पाप പാപം सारे ഏറ്റു क्षमा പറയണ്ട हुआ എന്ന് പറയുന്നതാണോ ശരി? कि वैसा है क्या सही? നിങ്ങൾ പാപം ചെയ്താൽ ഏറ്റു പറയുമ്പോഴാണ് ക്ഷമ ലഭിക്കുന്നത് അല്ലേ? आप जब पाप करते तो स्वीकार करते तो आपको क्षमा मिलता है। സൗഖ്യം റിസീവ് ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ സൗഖ്യമാകുന്നത്. चंगाई को पाता है, रिसीव करते അതുപോലെ तब जाके തന്നെ चंगा होता है। യേശു ക്രൂശിൽ നിങ്ങളുടെ ശാപങ്ങളെ വഹിച്ചു. उसी प्रकार यीशु ने सूली पे आपके श्रापों को പക്ഷേ लिया। ഓട്ടോമാറ്റിക് നിങ്ങൾ ഇന്ന് മാറിപ്പോകത്തില്ല. ऑटोमेटिक आप में से നിങ്ങൾ हटेगा അതിനെ नहीं। വിശ്വാസത്താൽ ഏറ്റെടുക്കണം. हालेलुया। आपको विश्वास के साथ उसे എന്റെ स्वीकार करना है। കുടുംബത്തിനകത്തേക്ക് കയറിക്കൂടിയ ശാപങ്ങൾ ഞാൻ വിശ്വാസത്താൽ യേശുവിന്റെ ക്രൂശിന്റെ രക്തം അപ്ലൈ ചെയ്ത് എന്നിൽ നിന്ന് മാറ്റുകയാണെന്ന് പറയണം. हमें बोलना है कि हम हमारे जो कुटुंब में जो श्राप जो आया है उसे मैं यीशु मसीह कालवरी के लहू से उसे शुद्ध करता, उसे हटाता हूँ। ഒറ്റ ഒരു കേഴ്സ് ബ്രേക്കറേ ഉള്ളൂ. एक ही केस अरे यीशु तोड़ने वाला करता है, है, केटो। वो यीशु मसीह है। വേറൊരു പാസ്റ്റർക്ക് കേഴ്സ് ബ്രേക്ക് ചെയ്യാനുള്ള ഹല്ലേലൂയ കപ്പാസിറ്റി ഒന്നുമില്ല. कोई भी पासवान श्राप को तोड़ नहीं सकता। പക്ഷേ യേശു लेकिन यीशु യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. याकूब से एक तारा उगेगा। യാക്കോബിൽ നിന്ന് ഒരു ചെങ്കോൽ എഴുന്നേറ്റ് വരും. याकूब से एक राजदंड ആരെയാണ് आएगा। പറയുന്നത്? ബിലിയാമാ പറയുന്നത്. कौन ही कह रहे? बलियाम कह रहे। ശപിക്കാൻ വന്നവനാ പറയുന്നത്. जो श्राप देने आया वो ഇസ്രായേലിനെ कहता ശപിക്കാൻ വന്നവനാ പറയുന്നത്. है, इस्राएल को श्राप देने जो आया वो कहता ശപിക്കാൻ है। വന്നവൻ जो श्राप देने ശാപം आया, കൊണ്ടുവന്ന മോവാബിനെ നോക്കിയിട്ട് പ്രവചിക്കുകയാ. जो श्राप देने के लिए आया वो मोवाब को മോവാബ് छोड़ നിന്റെ देते हैं। ശാപശക്തികളെ തകർക്കാൻ ഒരുത്തൻ എഴുന്നേൽക്കുന്നുണ്ട്. मोवाब तेरी श्राप की शक्ति को नाश करने के लिए एक उठने वाला है। എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आ കരങ്ങളെ रहा है? ശക്തമായി അടിച്ച് കർത്താവിനെ ഒന്ന് हाथ ताली बजा സ്തുതിച്ചട്ടെ. के परमेश्वर को धन्यवाद दे। മൽക്കശകബന രഗദൽ ഖഡഗശരെ നിന്റെ ശാപശക്തികളെ തകർക്കുവാൻ ഒരുവൻ എഴുന്നേൽക്കുന്നുണ്ട്. श्राप की शक्ति को नाश करने के लिए एक आ रहा है। ഇത് ഭാഗികമായിട്ട് ജോഷുവയിൽ നിവർത്തിച്ചു കേട്ടോ. ये आधा जोशुआ में पूरा हुआ, ഭാഗികമായിട്ട്. പക്ഷെ आधा। ജോഷുവ നിഴലായിരുന്നു. लेकिन जोशुआ जो है परछाई था। ആരുടെ നിഴലായിരുന്നു? किसका परछाई था? വരുവാനുള്ള മശിഹയുടെ നിഴലായിരുന്നു. आने वाला मसीहा का परछाई था। ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ, क्या आप जानता है प्रियो, ഈ വാക്യത്തിന് എത്ര ദൂരവ്യാപകമായ ഫലമാണ് ഉണ്ടായിരുന്നതെന്ന്? ये जो भविष्य कितना दूर वाला बातें थे। യാക്കോബിൽ നിന്ന്
ഒരു നക്ഷത്രം ഉദിക്കുമെന്നുള്ള വാക്യം. याकूब से एक तारा उगेगा. ഈ വാക്യമാണ് യേശു കർത്താവ് ജനിച്ചപ്പോൾ ആ നക്ഷത്രം ഉദിച്ചതിന്റെ പിന്നിലുള്ള കഥ. ഹല്ലേലൂയ. ये है जो यीशु मसीह जब जन्म लिया तो जो तारा चमकने का कारण. ഈ വാക്യം കണ്ടിട്ടാണ് കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ച് വന്നതെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ये आयत को देख के जो दक्षिण से जो लोग है बुद्धवान इसको यीशु को ढूंढ के आया. പണ്ഡിത മതം അതാണ്. पंडित मत ये है കെട്ടുകഥയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. कि जो सुना हुआ കെട്ടുകഥ പറയുന്നവര് പല കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. कहानी कहने वाले बहुत सारे कहते हैं. ഞാൻ ഈ പണ്ട് എറണാകുളം കൊച്ചി ആ ഭാഗത്ത് പോയപ്പോൾ അവിടെ ഒരു പള്ളി കണ്ടു. कि पास बने एर्नाकुलम कोच्चि में मंदिर ആ चर्च देखा. പള്ളിയിൽ ആ പള്ളിയിൽ നിന്നാണ് 3 വിദ്വാൻമാർ പോയെന്ന കുറെ പേര് അവിടെ കേരളത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. बहुत सारे लोग बोलते हैं वो केरला से 3 बुद्धिमान गए थे. അത് പണ്ഡിത മതമല്ല. वो അതൊരു പള്ളിയില്ലേ? ऐसा कलीसिया है. ഞാൻ കേരളത്തിൽ പോയപ്പോ കണ്ടത്. ഹല്ലേലൂയ. केरला में അവർ देखा. പറഞ്ഞു ഇവിടുന്നാണ് വിദ്വാൻമാര് പോയത്. केरला वाले बोलते यहाँ से वो लोग गए थे. ഏതോ നല്ല വിദ്വാൻമാർ ഉണ്ടാക്കിയ കെട്ടുകഥയാണ് അത്. किसी ने बनाया हुआ कहानी है वो. ഹലോ ഹല്ലേലൂയ. അത് സ്കോളേഴ്സിന്റെ അഭിപ്രായമല്ല. ബിബ്ലിക്കൽ സ്കോളേഴ്സ് കമന്ററി എഴുതിയവരെന്താ എഴുതിയേക്കുന്നതെന്ന് അറിയാമോ? जो कमेंट्री लिखा उन्होंने क्या लिखा? ഈ വാക്യം കണ്ടിട്ടാണ് കിഴക്കുന്നുള്ള വിദ്വാൻമാർക്ക് മനസ്സിലായത് ഒരു നക്ഷത്രം പുതുതായിട്ട് വന്നു. വേദോസത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് യഹൂദന്മാരുടെ രാജാവ് മശികപ്പെടണമെന്നുള്ള ബോധ്യം അവർക്കുണ്ടായത് ഈ വാക്യം വെച്ചതുകൊണ്ടാണ്. पंडित लोग इस प्रकार कहते हैं. ये आयत को देख के दक्षिण से जो बुद्धिमान ने देख बोला कि एक नया तारा आया. ये तारा वही है जो यीशु मसीह के बारे में कहता है. ബിബ്ലിക്കൽ സ്കോളേഴ്സ് പഠിപ്പിക്കുന്നത്, കമന്ററീസ് പഠിപ്പിക്കുന്നത്. ये है कमेंट्री समझ सिखाता है. ബാക്കി കെട്ടുകഥ ഇഷ്ടം പോലെ അവിടോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. बहुत सारी कहानी उसमें हम नहीं जाएंगे. എത്ര പവർഫുൾ ആണെന്ന് അറിയാമോ ബിലിയാമിന്റെ ഈ പ്രവചനം? कितना शक्तिशाली सामर्थ्यशाली भविष्यवाणी. ഹല്ലേലൂയ. ശപിക്കുവാൻ വന്നവൻ जो शाप देने आया, ശാപം മാറ്റി വെച്ചിട്ട് शाप को हटा के रखे, അനുഗ്രഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. आशीष को पुकार के कहा. അനേക അനുഗ്രഹങ്ങളാ 24-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനിടയായി. बहुत सारे आशीष हम वहां देख सकते हैं. ഹല്ലേലൂയ. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. याकूब तेरा संदूक कितने अच्छा है, मनोहर है. ഹല്ലേലൂയ. ചന്ദന വൃക്ഷങ്ങളെ പോലെ, ഹല്ലേലൂയ, ദേവദാരുക്കളെ പോലെയൊക്കെ കർത്താവ് നിന്നെ നട്ടിരിക്കുകയാണെന്ന ഈ ബിലിയാം പ്രവചിക്കുന്നത്. वो कहते हैं कि चंदन के वृक्ष के जैसे, देवदारू के जैसे तेरे को वहां उगा. കാട്ടുപോത്തിന് തുല്യമായ ബലം ഇവനെയുണ്ട്. जंगली सांड के जैसा बल तेरे को है. ഹല്ലേലൂയ. എത്ര വലിയ ബലമാണെന്ന് അറിയാമോ? कितना बड़ा बल है वो. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്കും നിനക്കും കാട്ടുപോത്തിന്റെ ബലമുണ്ട്. आमीन आमीन हालेलुया. परमेश्वर बच्चों, आपको और मुझे जो जंगली सांड का बल है, ശത്രുവിനെ തകർക്കാനുള്ള അധികാരമുണ്ടെന്ന്. शत्रु को तोड़ने वाला अधिकार है. ഹല്ലേലൂയ. ഒന്നിനെയും ഞാനും നീയും ഭയപ്പെടേണ്ടെന്ന്. किसी को मुझे आपको डरना नहीं है. ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. आमीन बोल के स्वीकार करें. ഹല്ലേലൂയ. ഒറ്റ ദൂത് പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകും. एक वाणी बोल के मैं कंक्लूड करता हूँ. താങ്ക് യു ജീസസ്. ബിലിയാം ശത്രു രാജ്യത്ത് പറഞ്ഞത് മോശ വെളിപ്പാടി കണ്ടു. कि बलियाम ने जो शत्रु देश में बोला, मूसा ने प्रकाशन में ഈ देखा. വചനത്തിൽ അത് എഴുതി വെച്ചു. ये वचन में लिख के रखा. ഇതിനെക്കുറിച്ച് പല അഭിപ്രായം. എങ്ങനെ ഈ ബിലിയാം അവിടെ പറഞ്ഞത് ഇവിടെ കിട്ടിയത് പല അഭിപ്രായമുണ്ട് കേട്ടോ. बोलते बिलियाम ने वहां जो बोला यहाँ कैसे ഈ मिला. ഒരു കൂട്ടം ആളുകൾ പറയുന്നത് बहुत सारे लोग कहता है ബിലിയാം ബാലാക്കുമായിട്ട് പിണങ്ങി കഴിഞ്ഞപ്പോൾ कि जब बलियाम जो बालाक से बिगड़ गया, നേരെ മോശയുടെ അടുത്ത് വന്നെന്നാ. सीधा मूसा के पास गया. ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ബിലിയാം ബാലാക്കുമായിട്ട് പിണങ്ങി. ബാലാക്ക് പറഞ്ഞു ഒരു 5 പൈസ തരത്തില്ല, എളുപ്പം പോയിക്കോണെന്ന് പറഞ്ഞു. बालाक ने बोला कुछ पैसा नहीं दे तू निकल. ശാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അനുഗ്രഹിച്ച് കാശ്, ഇവന്റെ കാശെല്ലാം പോയി. ഇവന്റെ ലാലജല്ല. ഇവന് ആഗ്രഹിച്ചത് ഭയങ്കര പണം ഉണ്ടാക്കാന്ന. പക്ഷേ ഹല്ലേലൂയ, ഒരു 5 പൈസ കിട്ടിയില്ല. इसने सोचा बहुत धन बनाए, लेकिन कुछ भी नहीं मिला. അവൻ ബിലിയാം തിരിച്ചു പോയപ്പോ ചിന്തിച്ചു, ഇനി എന്തോടാ മാർഗം? वापस गया, उसे क्या ഒരു കാര്യം ചെയ്, മോശയുടെ വീട്ടിൽ ചെന്നിട്ട് പറയുക, मूसा के पास जाके ഞാൻ അനുഗ്രഹിച്ചിട്ടാ വരുന്ന കേട്ടോ, വല്ല സ്വത്രാഴ്ച ഉണ്ട് ഇങ്ങോട്ട് തരണം. मैं आशीष करके आ रहे, कुछ दक्षिणा दे दो. അങ്ങനെയുള്ള ഉപദേശിമാരുണ്ട്. ऐसा भी അവിടെ പറ്റിയില്ലെങ്കിൽ ഇവിടെ കയറും. മനസ്സിലാകുന്നുണ്ട്. ഈ പുതിയ വിശ്വാസികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് വിടുകയാണ്. विश्वासी को समझेगा, मैं ऐसे छोड़ देता. ഹല്ലേലൂയ. हालेलुया. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ അങ്ങനെയുള്ള ഉപദേശിമാരെ കണ്ടിട്ടുള്ളായിരിക്കാം. कभी हम ऐसे पासवानों को देखा होगा. അങ്ങനെയുള്ള ഉപദേശിമാരാണ് സത്യത്തിൽ ദൈവസഭകളുടെ ഒക്കെ അപകടം എന്ന് പറയുന്നത്. वैसे पासवान लोग हैं जो कलीसिया का सबसे बड़ा दुर्घटना. താങ്ക് യു ജീസസ്. അങ്ങനെ അഭിപ്രായപ്പെടുന്ന വേദശാസ്ത്രികളുണ്ട് കേട്ടോ. वैसे सोचने वाले लोग हैं. അവിടുന്ന് ഒന്നും കിട്ടാഞ്ഞോട്ട് ഇവിടുന്ന് വല്ലതും കിട്ടുമെന്ന് ഓർത്തോട്ട് മോശോട് ഇതെല്ലാം വന്ന് പറഞ്ഞെന്ന് അഭിപ്രായപ്പെടുന്നവർ. ऐसे बोलने वाले कि वहां से कुछ नहीं मिला तो यहाँ के सब कुछ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. लेकिन मैं वैसे विश्वास नहीं करता. ബിലിയാം പുറപ്പെട്ട് തന്റെ സ്ഥലത്ത് പോയെന്നാണ്.
यहाँ कहते हैं बिलियाम अपने जगह पर लौट ബാലാക്ക് गया തന്റെ വഴിക്ക് പോയെന്നാ. और बालक अपने അല്ല रास्ता മോശ गया। എഴുതിയില്ല ബിലിയാം എന്റെ അടുക്കൽ വന്ന് ഇതെല്ലാം പറഞ്ഞല്ലേ തന്റെ मूसा വഴിക്ക് ने പോയെന്നാ. लिखा कि പിന്നെ അങ്ങനെ മോശ നിനക്കിത് മനസ്സിലായി? फिर मूसा तुझे कैसे पता മോശ चला? പറയും, എന്റെ റഡാറിൽ ഞാൻ പിടിച്ചത്, आमेन आमेन हालेलुया। मूसा बोले मैं എന്റെ मेरे रडार में പ്രാർത്ഥനാ पकड़ा, മുറിയിൽ വെളിപ്പെട്ടതാ. मेरे प्रार्थना कमरे में ഈ प्रकट എഴുതി हुआ। വെച്ചതൊക്കെ ഉണ്ടല്ലോ, ശത്രു പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ തൂലിക തുമ്പിലൂടെ തന്നു. कि ഹല്ലേലൂയ. शत्रु जो भी बोलते परमेश्वर की आत्मा मुझे दिया। ഞാനൊരു ആത്മിക രഹസ്യ ദൈവങ്ങളോട് मैं आपको പറയാം. आत्मिक रहस्य बताता हूँ ശത്രുവിന്റെ രാജ്യത്ത് നിന്നെ കുറിച്ച് പറയുന്നത് എന്തെന്ന് നീ കേട്ട് കഴിഞ്ഞാൽ कि शत्रु के देश में तेरे बारे में क्या कहते हो, अगर तू सुनेगा तो നിന്റെ ഭയം മാറും. तेरा जो डर निकल ഇത്ര जाएगा। നാളും നമ്മൾ പേടിച്ചിരിക്കാം മോവാബിനെ. आज तक हम डर के बैठे हैं കാരണം मोआब നമ്മൾ को, പുറമേ ഉള്ളത് മാത്രമേ കണ്ടുള്ളൂ. क्योंकि हम बाहर से जो वही देखते हैं, പുറമേ ഉള്ള ശത്രുവിന്റെ ശക്തിയെ നമ്മൾ കണ്ടുള്ളൂ. बाहर के शत्रु की सामर्थ्य को हमने പക്ഷെ देखा। ഒരു ദിവസം ദൈവം അനുവാദം തരും लेकिन एक दिन परमेश्वर इजाजत ശത്രുവിന്റെ देगा രാജ്യത്ത് നിന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേൾക്കുവാൻ. कि शत्रु के राज में तेरे बारे में चर्चा क्या और सुनने के लिए। ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട് ऐसे കേട്ടോ. कुछ अनुभव वचन में है। നിങ്ങൾക്കറിയാമോ, आपको पता है മോശ ഒറ്റ നോക്കുവാൻ 12 പേരെ അയച്ചു. मूसा जब जासूसी करने 12 को അവർ भेजा, ദൂരെ നിന്ന് ജനത്തെ നോക്കി. वो दूर से लोगों को देखा, ശ്രദ്ധിച്ച് കേൾക്കണമേ, അവർ ദൂരെ നിന്ന് നോക്കിയപ്പോൾ वो दूर से जब देखा അനാക്യ വംശികളൊക്കെ ഭയങ്കര മല്ലന്മാരാ. अना के जो लोग हैं അവരുടെ बहुत ഹൈറ്റ് संपन्न വെയിറ്റ് है, കണ്ടു. उनका हाइट और वेट देखा, ദൂരെ നിന്ന് നോക്കിയിട്ട് दूर से देख के മോശക്ക് റിപ്പോർട്ട് എഴുതി കൊടുത്തു. मूसा को रिपोर्ट അയ്യോ देगा, എന്തൊരു ശക്തന്മാരാന്നറിയാമോ, बहुत सामर्थ्यशाली നമുക്ക് है, അവരെ പിടിക്കാൻ പറ്റത്തില്ല. हम उसे पकड़ नहीं ജനം सकते। ഭയപ്പെട്ടു. लोग डर गए। അതേ ദേശത്തേക്ക് वही देश में, അതേ ദേശത്തേക്ക് वही देश में ജോഷുവ ചിലരെ ഒറ്റുനോക്കാൻ അയച്ചു. जोशुआ कुछ लोगों को जासूसी करने അവർ भेजा। ദൂരത്ത് നിന്നല്ല കണ്ടത്, वो दूर से नहीं देखा, അവർ ദൂരത്ത് നിന്നല്ല കണ്ടത്. वो दूर से नहीं വചനം देखा, പറയുന്നു, വചനം ആ കേൾക്കാൻ രണ്ട് ഒറ്റുനോക്കുകാർ वो दोनों लोगों ने അവരങ്ങ് അകത്ത് കയറി ചെന്നു. वो अंदर गया, അവരകത്ത് കയറി ചെന്നിട്ട് वो अंदर जाके യെരിഹോ വാസികൾ യെരിഹോ വാസി അവരെ കുറിച്ച് എന്താ പറയുന്നത് കേട്ടു. वो लोग उसके बारे में क्या कहते हो सुना। ഹലോ, ശരിയാണോ ഞാൻ പറഞ്ഞത്? सही है कि नहीं? ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ ഇവന്മാരൊക്കെ ഭയങ്കര മല്ലന്മാരാ. दूर से जब देखा तो बहुत യവന്മാരൊന്നും सामर्थ्यशाली है, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. उनके साथ पकड़ के रुक नहीं പക്ഷേ सकता। അകത്ത് കയറി ചെന്ന് ശത്രു നിന്നെ കുറിച്ച് എന്താ ചർച്ച ചെയ്യുന്നത് കേട്ടപ്പോൾ, जब अंदर घुस के शत्रु ആണോ? तेरे बारे में क्या चर्चा करते सुना ആണോ तो പ്രിയമുള്ളവരെ? हाँ कि नहीं? അകത്ത് ശത്രു എന്താ ചർച്ച ചെയ്യുന്നത്? अंदर शत्रु क्या कह रहा है? രാഹാബ് പറയുക, राहब कहता है, നിങ്ങൾക്കറിയാമോ, तुम्हें पता है ഈ ഭയങ്കരന്മാരെല്ലാം നിങ്ങളെ കുറിച്ച് ഓർത്ത് പേടിച്ച് മുട്ടുകൂട്ടി ഇടിച്ചിരിക്കുക. ഹല്ലേലൂയ. कि ये तुम्हारे बारे में सोच के वो कांप रहा है। ഈ അനാക്യ മല്ലന്മാരൊക്കെ ये जो अनाक्य बलवा है കുറച്ച് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല കേട്ടോ. कुछ दिनों से सोया नहीं है, നിങ്ങളെ കുറിച്ചുള്ള പേടി ഈ ദേശത്തിന്മേൽ വീണിരിക്കുക. तुम्हारे ऊपर जो डर है देश में ദൈവ गिरा है। പൈതലെ, നിന്നെ കുറിച്ചുള്ള ഭയം അന്ധകാര മണ്ഡലത്തിൽ വീണത് നീ ആത്മാവിലൊന്ന് തിരിച്ചറി. परमेश्वर बच्चों, तेरे ऊपर जो डर है वो अंधकार के मंडल में जो गिरा പുറമേ है, ഉള്ള वो समझ के ले। ശത്രുവിന്റെ വലിപ്പം കണ്ടാൽ बाहर से शत्रु की जो बड़ाई को നീ देखेंगे ഭയപ്പെടുമെന്ന്. तू डर जाएगा। പുറമേയുള്ള മോവാബിനെ കണ്ടാൽ നീ ഭയപ്പെടുമെന്ന്. बाहर से मोआब को देखे तो तू डर जाएगा। പക്ഷെ ദൈവം നിനക്ക് ചിലത് ഈ ദോഷങ്ങളിൽ വെളിപ്പെടുത്തി തരാൻ പോകുക. लेकिन परमेश्वर इन दिनों में कुछ तुझे प्रकट करके ശത്രു देगा। മണ്ഡലത്തിൽ നടക്കുന്ന ചലനങ്ങളെ, शत्रु के मंडल में जो चलन होता है, ശത്രു എന്ന് പറഞ്ഞാൽ ആരാ? शत्रु कौन है? ആരാ ശത്രു? ശത്രു നമ്മുടെ कौन है? അയൽവക്കത്തുകാരാണോ? हमारे നമുക്കെതിരെ पड़ोसी है क्या? പ്രവർത്തിക്കുന്നവരാണോ? हमारे ആണോ? विरुद्ध खड़ा वो है क्या? नहीं। ആണോ? ഉറച്ചു പറഞ്ഞാട്ടെ. जोर അല്ല, से बोलो, ശത്രു नहीं। ആരാണ്? शत्रु कौन है? വേദപുസ്തകം പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് वचन कहते हैं, हमें जो शत्रु ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, മാംസലോചന, ഇൻസാൻ പിന്നെ ആരോടാ? വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ. അപ്പൊ ആരാ ശത്രു? പിശാചാ കേട്ടോ. तो शत्रु कौन है? നമുക്ക് ഒറ്റ ശത്രുവേ ഉള്ളൂ. शैतान है। ഒരു हमारा एक ही മനുഷ്യനും शैतान। നമ്മുടെ ശത്രുവല്ല. कोई इंसान हमारा നമ്മളെ शत्रु नहीं है। തല്ലുന്നവരും നമ്മുടെ ശത്രുവല്ല. हमें मारने वाला भी हमारा शत्रु അവരെ नहीं നമ്മൾ है। സ്നേഹിക്കുക ചെയ്യുന്നത്. उन्हें भी हमें प्रेम करना है। ഹലോ, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സഹി നിന്റെ है कि ശത്രു വിശ്വസിക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാൻ ദിവസം പറയുന്നത്. वचन बोलते तेरा शत्रु अगर भूखा तो उसे खाना दे। അടിക്കാൻ വരുന്നവരോട് ചോദിക്കുക, ചേട്ടാ ചായ വല്ലതും കുടിച്ചായിരുന്നു? ഹല്ലേലൂയ. ശരിയല്ലേ? ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട സാക്ഷ്യം എങ്ങനെ? ഷീബ ചാൾസ് സിസ്റ്റർ സാക്ഷ്യം എങ്ങനെ? ഹല്ലേലൂയ. पिछले बार हमने गवाही सुना सीबा चार्ल्स की ഗുജറാത്തിൽ അവർ सिस्टर की। താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ വീടിന്റെ മതിലെല്ലാം അവിടെ നാടോടികളായിട്ട് താമസിക്കുന്ന കുറെ പേര് കയറി ഇടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ വീട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. കാരണം അവരറിഞ്ഞ് ഇവർ ഈ വീട് വിൽക്കാൻ പോവാന്ന്. ഹല്ലേലൂയ. तो उन्होंने क्या किया कि वहाँ कुछ लोगों ने उसके दीवार को सबको तोड़ दिया, बोला ये घर हमें चाहिए। എന്നിട്ട് और ആദ്യത്തെ ഒരു ഗുണ്ട വന്നിട്ട് ധമക്കി കൊടുത്ത് നിന്റെ കൈയും കാലും എല്ലാം വെട്ടുമെന്ന് പറഞ്ഞു. पहला गुंडा के धमकी दिया तेरा हाथ पैर सब काटेगा। അടുത്ത ദിവസം തൊട്ട് ഈ ഗുണ്ടെ കാണാനില്ല.
दूसरा दिन से गुंडा को नहीं देख रहे, 2 മാസമായിട്ട് ഇയാളുടെ മോട്ടോർ ബൈക്കിന്റെ ശബ്ദം പോലും കേൾക്കാൻ. 2 महीने से उसका मोटर बाइक आवाज नहीं सुन रहा है. അവസാനം അടുത്തുള്ള ആളുകളോട് അന്വേഷിച്ച് ഈ പുള്ളി എന്ത് 2 മാസമായിട്ട് കാണാനില്ലെന്ന്. और लोगों से पूछ लगे 2 महीने से वो व्यक्ति അപ്പൊ किधर है. ആളുകൾ പറഞ്ഞു, तो लोगों ने कहा അതെ 2 മാസം മുമ്പേ 2 महीने पहले ഇയാൾ പണ്ടങ്ങാണ്ട് ആർക്കാണ്ട് വേറെ ധമക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. किसी और को दूसरा धमकी അവർ दिया था വന്നിട്ട് ഈ പുള്ളിയുടെ 2 കാലോ 2 കൈയോ വെട്ടിക്കൊണ്ട് അങ്ങ് പോയി എന്ന് പറഞ്ഞു. कि वो व्यक्ति का 2 पैर या 2 हाथ उसको काट के ले गया. ദൈവമക്കൾക്കെതിരെ ധമക്കി കൊടുത്തതാ. परमेश्वर के बच्चों के विरुद्ध धमकी दिया. അത് കഴിഞ്ഞിട്ട് उसके बाद ഇതിലും വലിയ ഗുണ്ട വിളിച്ചോണ്ട് വന്നു. इससे बड़ा गुंडे ने उसको बुलाया. അയാൾ വന്നിട്ട് പറഞ്ഞു നിന്നെ കൊന്നുകളയുന്നു പറഞ്ഞു. उसने बोला तुझे मार दूंगा. ആ സിസ്റ്റർ എന്താ സാക്ഷ്യം പറഞ്ഞെന്നറിയാമോ? वो बहन ने क्या गवाही दिया. വൈകിട്ട് ഈ ഗുണ്ട വീട്ടിൽ വരികയാ. रात को गुंडा घर पे आ रहा है. ഹല്ലേലൂയ. വന്നിട്ട് ചോദിച്ചു പപ്പ എന്തിയേ? बोला पिताजी किधर है. പപ്പ കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ, ഓഫീസിൽ പോയേക്കാം. बोला पिताजी कुछ देर के बाद आएगा. സൗണ്ട് കേട്ടോണ്ട് പിന്നെയും ഗുണ്ടേ പാർട്ടികളും കൂടെ വന്നു. कि फिर से वो पापा आने का साउंड सुन गया. വിളിച്ചോണ്ടിരിക്കുക. पिताजी ना रहा. സഹോദരി പോയി കഥ തുറന്നു, യേശുവിന്റെ നാമം പറഞ്ഞിട്ട് കഥ തുറന്നു. ये बहन ने जाके दरवाजा खोला यीशु के नाम से. കണ്ടിട്ട് അങ്കിളെ കേറി ഇരിക്കാൻ പറഞ്ഞു. बोला कि अंकल अंदर रखे बैठो. ഞെട്ടിപ്പോയി. അങ്കിളെ കേറി ഇരി. वो खाप गया. क्या चाय पिएगा? बोला चाय कुടിക്കും. मम्मी चाय बनाओ अंकल के लिए. बोला कि हमें चाय ഹലോ. ഉണ്ടാക്കും. ഇയാൾ ഞെട്ടിപ്പോയി. वो खाप गया. കൊല്ലാൻ വന്നവനെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി ചായ കുടിപ്പിക്കുക. അതാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. कि मारने के लिए जो है उसको घर पे बुला के चाय पिलाया. നമുക്ക് ശത്രു ഇല്ല. हमें ആ शत्रु नहीं കഥയുടെ है. ബാക്കിയുണ്ട് കേട്ടോ. वो कहानी का बाकी है. ഹല്ലേലൂയ. പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ ഹല്ലേലൂയ മനസ്സില് ഹല്ലേലൂയ ആ പെണ്ണിനോട് ആ സഹോദരിയോട് ഇയാൾ ചോദിച്ചു നീ എവിടാ എന്തോ ചെയ്യും? അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുക. उसको पूछा कि वो लड़की पूछा तू क्या करती है. तो बोला कॉलेज में पढ़ता है. ഏത് കോളേജിലാ പഠിക്കുന്നത്? बोला कौन से कॉलेज में. ഹല്ലേലൂയ. അത് ഇന്ന കോളേജിലാ. बोला इस कॉलेज അപ്പൊ में. ഇയാൾ പറഞ്ഞു എന്റെ മോള് കൂടെ പഠിക്കുന്നത്. बोला मेरी बेटी वहां पढ़ता है. പെട്ടെന്ന് ദൈവാത്മാവ് ഈ സഹോദരിയുടെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മുഖം കൊടുത്തു. ഹല്ലേലൂയ. कि तो जल्दी से इस बहन को एक चेहरा दिखाया ആ उसका. പെൺകുട്ടിയുടെ മുഖം. उस लड़की എന്നിട്ട് ഇന്നാരുടെ ഡാഡിയാണോ? बोला तू उसका पिताजी है അപ്പൊ क्या. അയാൾ ചോദിച്ചു നിനക്ക് എന്റെ മോളെ അറിയാമോ? बोला तू मेरी बेटी को जानता है. ബെസ്റ്റ് ഫ്രണ്ടാന്ന് बोला പറഞ്ഞു. मेरा बेस्ट फ्रेंड है. അയാൾ ചാടി എടുത്തിട്ടുണ്ട്. എന്റെ കൊച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അപ്പനെ വെട്ടാനാണോ നീ എന്നെ കൊണ്ടുവന്നേക്കുന്നത്? वो बोल रहा कि मेरे बेस्ट फ्रेंड के पिताजी को मारने के मुझे ऐसा ले आया. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നത്? परमेश्वर कैसा कार्य करता है. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ മുദ്രമരുളുന്ന ഒരു ദൈവമുണ്ട്. कि इस जंगली सांड के सिंह के बीच में भी उत्तर देने वाला एक അപ്പൊ परमेश्वर है. നമുക്ക് മനുഷ്യൻ ശത്രുക്കളല്ല. हमारे लिए इंसान शत्रु नहीं നമുക്ക് ആരാ है. ശത്രു? हमारा शत्रु നമുക്ക് कौन ഒറ്റ है. ശത്രുവേ ഉള്ളൂ. हम एक അത് ही शत्रु യേശുവിന്റെ है. ശത്രുവാ. वो यीशु का शत्रु. യേശുവിന്റെ ശത്രു പിശാചാ കേട്ടോ. यीशु का शत्रु യേശു शैतान ലോകത്തെ है. മനുഷ്യനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. जो यीशु ने दुनिया के അവനെ इंसान से प्रेम ആണി किया. അടിച്ചവരോട് പോലും അവൻ പറഞ്ഞു ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായില്ല ഇവരോട് ക്ഷമിക്കുവിൻ. उसने जिसको मारा उसको भी बोला कि ये क्या जानते യേശുവിന് कर पता नहीं से പിശാചല്ലാതെ क्षमा ഒരു करो. ശത്രുവുമില്ല. यीशु को शैतान छोड़ के कोई और അതുകൊണ്ട് शत्रु നമുക്ക് नहीं है. ഒറ്റ ശത്രുവുള്ളത് പിശാചാണ്. इसके लिए हमें भी एक ही शत्रु അപ്പൊ शैतान है. നിന്റെ ശത്രുവാകുന്ന പിശാച് जो तेरा शत्रु शैतान നിന്നെ കുറിച്ച് പറയുന്നത് നീ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ तेरे बारे में जो कहते हो सुनेगा तो എന്താ പറയുന്നതെന്ന് അറിയാമോ? क्या कहता है. എടാ, ഇവന് കാട്ടുപോത്തിന്റെ ശക്തിയാ കേട്ടോ. इसको जंगली सांड का ഇവൻ शक्ति है. സിംഹം പോലെ കടിച്ചു കീറുന്നവനാ ये കേട്ടോ. शेर के जैसा അവനെ चीर फाड़ ശപിക്കാൻ करता है. പറ്റത്തില്ല കേട്ടോ. इसे ശ്രാപ് नहीं दे इसे इन्हें शबिക്കാൻ ആ പറ്റത്തില്ല. വിചാരം ഇവന് പറ്റത്തില്ല കേട്ടോ. जादू तो इस पे नहीं काम करेगा. സ്പെൽസ് ഇവന്റെ മേൽ വർക്ക് ചെയ്യത്തില്ല स्पेल्स കേട്ടോ. इसके ऊपर काम नहीं करेगा. ലക്ഷണവിദ്യ ഇവന്റെ മേൽ വർക്ക് ചെയ്യത്തില്ല लक्षण കേട്ടോ. का कोई भी चीज इसमें कार्य ഇവൻ नहीं करेगा. എന്ത് കൂടോത്രം ചെയ്താലും ഇത് പറ്റത്തില്ല കേട്ടോ. इसके विरुद्ध में कोई भी जादू तो ना करे नहीं होगा. ഹല്ലേലൂയ. എന്റെ പൊന്നു ദൈവമക്കളെ, നമുക്കെതിരെ ആരൊക്കെ എവിടൊക്കെ ഇരുന്ന് ക്ഷുദ്രം ചെയ്യുന്നുണ്ടെന്ന് അറിയാം. हमारे विरुद्ध कौन कौन कितने कितने जादू तो ना करता है. ഹല്ലേലൂയ. പക്ഷെ ഇതൊന്നും നമുക്ക് കേൾക്കാത്തതിന്റെ കാരണം എന്താ? लेकिन ये सब हमें क्यों नहीं होता है. അതാ വചനം പറഞ്ഞ ആ വിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറത്തില്ലെന്ന്. तेरे पैर फिसलेगा नहीं. ഹല്ലേലൂയ. हालेलुया. താങ്ക് യു ജീസസ്. ശത്രു നിന്നെ കുറിച്ച് പറയുന്നത് നീ ഒന്ന് കേട്ടു നോക്ക്. शत्रु तेरे बारे में क्या कहते तू जरा सुन के പുറമേ देख. ഉള്ളത് കണ്ടാൽ നീ ഭയന്ന് നിൽക്കും. बाहर से देखे तो तू डरेगा. പക്ഷെ ശത്രു നിന്നെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. लेकिन शत्रु तेरे बारे में चर्चा कर रहा പേടിച്ച് है. വിറച്ചിരിക്കുകയാണ്. और डर के कांप के बैठा है. നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ, क्या आप जानते हैं प्रियो, ഏലീശയുടെ പർവ്വതം മുഴുവൻ ഹല്ലേലൂയ ശത്രു വളഞ്ഞു നിൽക്കുകയാണ്. एलीशा का पहाड़ पूरा शत्रु में घेरा ഏലീശയ്ക്ക് हुआ था. ഭയമില്ല. ये एलीशा को डर കാരണം नहीं. എന്താണെന്നറിയാമോ? कारण क्या है. ഒന്ന്, एक ഏലീശ അരാമിന്റെ പാളയത്തിൽ നടക്കുന്ന ചർച്ച ആത്മാവിൽ കേൾക്കുന്നവനാ. एक ഹല്ലേലൂയ. जो एलीशा जो आराम के कमरे में जो होता है ഏലീശ वो आत्मा में ശത്രുവിനെ सुनता है. നീക്കം നേരത്തെ റഡാറിൽ പിടിക്കുന്നവനാ. एलीशा जो है पहले से उस शत्रु का जो भी काम
कदम है और रडार में ആ पकड़ता ദൈവ है। മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരാ. हम परमेश्वर के बच्चे भी वैसा जीना है। ശത്രുവിന്റെ പദ്ധതി ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. शत्रु की जो योजना आत्मा में प्रकट करके देता है। ഹല്ലേലൂയ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? सही है कि नहीं? എലീശയ്ക്ക് ഭയമില്ല. एलीशा को डर नहीं। ഇനി നിങ്ങൾക്കറിയാമോ, अभी आपको पता है ഗിദെയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. गिदयोन बोल के एक व्यक्ति था। ഗിദെയോനോട് ദൈവം പറഞ്ഞു, गिदयोन से ഞാൻ परमेश्वर ने നിന്നെ कहा, വിളിച്ചിരിക്കുക. मैं तुझे बुलाया। അപ്പൊ ഗിദെയോൻ പറഞ്ഞു, ഓ എന്നിട്ടാ ഇതൊക്കെ സംഭവിക്കുന്നത്. बोला कि तूने मुझे बुलाया और ऐसी चीजें ഗിദെയോനോട് हो रही ദൈവം है। പറഞ്ഞു, പരാക്രമശാലിയേ, उसको बोला शूरवीर। യഹോവ നിന്നോട് കൂടെയുണ്ട്. बोला शूरवीर परमेश्वर तेरे साथ है। കേട്ടാൽ നമ്മൾ രണ്ട് അന്യഭാഷയൊക്കെ പറഞ്ഞോണ്ട് ചാടി എഴുന്നേക്കും അല്ലയോ? वैसे वाणी सुने तो हम भी अन्य भाषा में ഇപ്പൊ उठेंगे। ഒരു ദൈവദാസൻ നിങ്ങളോട് വന്നിട്ട് പരാക്രമശാലി യഹോവ നിന്നോട്, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു ചാടി എഴുന്നേറ്റ് കൈയൊക്കെ അടിച്ചൊരു അന്യഭാഷയൊക്കെ പറയും. ഗിദെയോൻ അവിടെ ഇരുന്ന് പറഞ്ഞു, എന്നിട്ടാ ഇതൊക്കെ സംഭവിക്കുന്നത്. अगर हमारे ऊपर एक परमेश्वर का सिर ഈ हाथ ദൂതൊന്നും रखेंगे, ഗിദെയോൻ ഏൽക്കുന്നില്ല, കാരണം അതുപോലെ കഷ്ടതകളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. लेकिन गिदयोन बोला तेरे होने के बावजूद ये सब और उसके जीवन में बहुत कष्ट था। അപ്പൊ തമ്പുരാൻ പറഞ്ഞടാ, ഹല്ലേലൂയ, നീ ആ ചോദ്യം ചോദിച്ചില്ലേ, परमेश्वर ने അതിന് सवाल ഒത്തിരി पूछा, ഇഷ്ടപ്പെട്ടു. वो सवाल मुझे बहुत अच्छा लगा। ദൈവം അങ്ങനെ കേട്ടോ. परमेश्वर वैसा है। നമ്മുടെ ചോദ്യത്തിന്റെ ഇന്റൻഷൻ ദൈവത്തിന് आमेन അറിയാം. आमेन हालेलुया। हमारे सवाल की നമ്മൾ गहराई को जानता പിണങ്ങിയല്ല है ചോദിച്ചെന്ന് ദൈവത്തിന് അറിയാം. परमेश्वर। जानते हैं हम बिगड़ के नहीं നമ്മുടെ बोला, മനപ്രയാസം കൊണ്ടാ ചോദിച്ചെന്ന് ദൈവത്തിന് അറിയാം. हमारे दर्द से हमने बोला। ദൈവം പറഞ്ഞു, परमेश्वर ने कहा, ഗിദെയോനെ ഈ ബലം കൊണ്ട് പോകാൻ പറഞ്ഞു. बोला ये बल നീ के साथ എന്നോട് जा। ചോദ്യം ചോദിക്കാൻ കാണിച്ച ബലമില്ലേ, तू मुझसे जो सवाल ആ पूछा है वो ബലത്തോട് बल, നീ ശത്രുവിനെതിരെ ചെല്ല്. वो बल के साथ तू शत्रु के पास जा। നിന്റെ ഹല്ലേലൂയ ധാന്യത്തെ മോട്ടിച്ചു കൊണ്ടുപോകുന്ന ശക്തികൾ അവിടെ ഇല്ലേ, അല്ലേ? तेरे धान को चुरा के लेके जाने वाली शक्तियां है। നിന്റെ അധ്വാന ഫലത്തെ നഷ്ടപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ ഇല്ലേ? तेरे धन को तेरे मेहनत നീ को എന്നോട് नाश करने वाली ചോദിച്ച शक्तियां അതേ है। ബലത്തോട് അവന്റെ നേരെ നീ ചെല്ല്. तूने जो सवाल मुझसे पूछा वही बल से तू उसके विरुद्ध जा। ചെല്ലാൻ റെഡിയാണോ? जाने को तैयार है क्या? അപ്പൊ ഗിദെയോന് പേടിയാ. गिदयोन डरा हुआ അയ്യോ, है, ഞാൻ എന്തോ ചെയ്യാനാ? मैं क्या करूंगा? ഹല്ലേലൂയ. ഇത് വലിയ സൈന്യമായി എനിക്ക് തന്നെ ये നിൽക്കുന്നത്. बहुत बड़ा सेना मेरे विरुद्ध है। മിദ്യാനും കിഴക്കൻ രാജാക്കന്മാരും കൂടെ വന്നു ദേശം നിറഞ്ഞു കിടക്കി, ഞാൻ എന്തോ ചെയ്യാനാ? मिद्यान और बोलते हैं कि सब राजा लोग आके पूरा घेरा हुआ है। അവസാനം സഹിക്കാൻ പറ്റാതെ अंत में नाश कहते ഗിദെയോൻ हुए പറഞ്ഞു, കർത്താവേ എനിക്കൊരു തെളിവ് തരണം, നീ എന്നെ വിളിച്ചെന്നുള്ളത്. बोला कि मुझे सबूत दे कि तूने मुझे ഒരടയാളം बुलाया। ഒരടയാളം ചോദിച്ചു. बोला एक चिन्ह मांगा। തമ്പുരാന് ഭയങ്കര ക്ഷമയാ കേട്ടോ. परमेश्वर बहुत धीरज रखता है ഹല്ലേലൂയ. ദൂത് പറഞ്ഞപ്പോ അന്യഭാഷ പറഞ്ഞില്ല, കുഴപ്പമില്ല മോനെ. कि वाणी दी तो अन्य भाषा में अड़याल चलेगा। तരണം. एक चुना എന്താ അടയാളം? एक निशानी देना। തോല് വിരിക്കും അല്ലേ? मैं वो चमड़ी डालूंगा। തോലിന്റെ പുറം മുഴുവൻ നനയണം, തോല് നനയല്ലേ. പിന്നെ പറഞ്ഞു ഈ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയിട്ടിട്ട് പിന്നെ പറഞ്ഞു തോല് മാത്രം നനയണം, പുറം നനയല്ലേ. 2 പ്രാവശ്യം. ആദ്യത്തെ അടയാളം കറക്റ്റ് ആയി കേട്ടോ. पहला जो चिन्ह पक्का हुआ അവൻ ഗിദെയോൻ പറഞ്ഞു, तो ഇത് गिदयोन പോരാ ने കേട്ടോ, ഒന്നുകൂടെ അടയാളം വേണം. बोला कि और एक निशानी चाहिए। വിശ്വാസം വരുന്നില്ല. विश्वास नहीं आ रहा है। എന്നെ കർത്താവ് വിളിച്ചെന്ന് വിശ്വാസം ഇപ്പോഴും വരുന്നില്ലെന്ന്. मुझे परमेश्वर बोला विश्वास ഈ अभी भी ശത്രു नहीं है। പരാജയപ്പെടുന്നു, ഇപ്പോഴും വിശ്വാസം വരുന്നില്ലെന്ന്. ये शत्रु पराजित हो കാരണം अभी ഇപ്പോഴും विश्वास नहीं है। കാണുന്നത് ശത്രുവിന്റെ വലുപ്പമാ. अभी भी शत्रु के बड़ापन को देख कर है। രണ്ടാമത്തെ അടയാളവും സാധിച്ചു. दूसरा निशाना भी हुआ। उसके ഒരു बाद കൂട്ട ജനത്തെ ഒരുക്കി. एक जन लोगों को तैयार किया। 32,000 പേര് വന്നു. 32,000 लोग आए। അതിനകത്ത് തമ്പുരാൻ ഒരു ചെറിയ പരിപാടി ചെയ്തു. उसे परमेश्वर ने काम किया। 32,300 ആക്കി കുറച്ചു. वो 32,000 को 300 അപ്പൊ किया। ഗിദെയോൻ പറഞ്ഞു, तो गिदयोन ने कहा, കർത്താവ് 32,000 തന്നായിരുന്നെങ്കിൽ ഞാൻ പോകാമായിരുന്നു. बोले 32,000 दे तो मैं പക്ഷെ ഈ जाता था। 300 പേരെ കൊണ്ട് എങ്ങനെയാ പോകുന്നത്? ये 300 से मैं कैसे जाएगा? തമ്പുരാൻ പറഞ്ഞാ ഇന്ന് രാത്രി बोला कि आज रात എല്ലാവരും ഉറങ്ങുമ്പോൾ सब लोग നീ जो ശത്രുവിന്റെ പാളയത്തിന് അടുക്കലൂടെ ഒന്ന് तू പോകണം. शत्रु के जहाँ पे जा ശത്രുവിന്റെ പാളയത്തിന് അടുക്കൽ കൂടെ പോകുമ്പോൾ शत्रु के पास जब जाएगा ദേ ഒരു കൂടാരത്തിനകത്തുനിന്ന് ആരൊക്കെ അടക്കം പറയുന്ന ശബ്ദം നീ കേൾക്കാൻ പോകുകയാണ്. इस तंबू में से लोग जो कहते हो तू सुनेगा। ശരിയാണെന്ന് ഞാൻ പറയുന്നത്. सही है कि नहीं? കൂടാരത്തിനകത്തുനിന്ന് ശത്രുവിന്റെ 2 സൈനികന്മാർ തമ്മിൽ സംസാരിക്കുക. कि तंबू के अंदर जो शत्रु के 2 सैनिक लोग बातें कर रहे हैं। ഒരുത്തൻ മറ്റവനോട് പറയുക, एक व्यक्ति दूसरे से कह रहा है, ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടോ, ഞെട്ടി ഉണർന്നിരിക്കുക. मैं एक दर्शन देखा। ഞാനൊരു സ്വപ്നം കണ്ടു, मैंने एक दर्शन देखा। ഒരു യവത്തപ്പൻ ദേ ഉരുണ്ടു വരുന്നു, एक रोटी घूम के आ रहा അത് है। കൂടാരങ്ങളെ മറച്ചിടുന്നു. वो तंबुओं को सब तोड़ रहे അപ്പൊ हैं। മറ്റവൻ പറയുക, तो दूसरा कह रहे हैं, ഉരുണ്ടു വരുന്ന യവത്തപ്പൻ ഗിദെയോനാ കേട്ടോ. वो जो आने ഹല്ലേലൂയ. वाला रोटी हो वो गिदियोन ഓ है। ഗിദെയോനകത്ത് പമ്പ് ചെയ്തതുപോലെ ധൈര്യം അങ്ങ് കേറി. गिदियोन के अंदर पंप किया അവനൊരു वैसे धैर्य കാര്യം आया। മനസ്സിലായി, उसे एक चीज पता चला। ദൂത് കേട്ടപ്പോ കിട്ടാത്ത ധൈര്യം. ഹല്ലേലൂയ. तो वाणी सुने जब नहीं मिला धैर्य। ശത്രുവിന്റെ പാളയത്തിൽ നിന്നെ
കുറിച്ച് പറയുന്ന ചർച്ച കേട്ടപ്പോൾ അകത്ത് കയറിയെന്ന്. कि शत्रु की तेरे बारे में क्या कहते सुना तो अंदर आया. ദൈവ പൈതലേ, ഇന്ന് നീ കേൾക്കണം. आज तुझे सुनना है. ശത്രു നിന്നെ കുറിച്ച് എന്താ പറയുന്നത്? शत्रु तेरे बारे में क्या कहता है. ശത്രു നിന്നെ കുറിച്ച് ഭയപ്പെടുന്നത്, शत्रु तेरे बारे में പിശാച് നിന്നെ കുറിച്ച് ഭയപ്പെടുന്നത് शैतान तेरे पर डरता ഇന്ന് है. പകൽക്കാലം നീ കേൾക്കണം. आज तुझे सुनना है. ആത്മാവിൽ അത് കേട്ട് കഴിഞ്ഞാൽ आत्मा में सुनेगा तो നീ ഇനി ഭയപ്പെട്ടിരിക്കത്തില്ല. फिर तू डर के नहीं പിശാചിനെ बैठेगा. പേടിക്കത്തില്ല, शैतान से नहीं डरेगा. ആഭിചാരത്തെ പേടിക്കത്തില്ല. जादू टोने से नहीं डरेगा. ഹലോ, ആ ഒറ്റ സ്വപ്നമുണ്ടല്ലോ, वो एक स्वप्न ചിലപ്പോ ദൈവം ഇത് അനുവദിക്കും കേട്ടോ. कहीं परमेश्वर देगा. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? क्यों? ഗിദെയോനെ നിന്നെ ധൈര്യപ്പെടുത്താനാ, गिdeon तुझे धैर्य देने നിന്നെ के लिए, ധൈര്യപ്പെടുത്താനാ. तुझे धैर्य देने के लिए. ശത്രുവിന്റെ പാളയത്തിൽ എന്ത് നടക്കുന്നു, എന്ത് പറയുന്നു നിനക്ക് വെളിപ്പെടുത്തുന്നത് शत्रु की वहाँ क्या बातचीत हो तुझे प्रकट ദൈവം करके നിന്നെ देता है. ബലപ്പെടുത്താനാ. परमेश्वर तुझे बल देने के ഇവിടെ लिए. ഇതാ മോവാബിൽ നടക്കുന്നത് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. ये मोआब में जो होते हैं मूसा को प्रकट करके दे रहे हैं. പകൽക്കാലം പരിശുദ്ധ ദൈവ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. आज कितने लोग परमेश्वर के हाथ में രണ്ട് समर्पण करके കാര്യങ്ങളാണ് ഈ देंगे. പകൽക്കാലം പറഞ്ഞത്. मैं दो बातों का आज ഒന്നാമത്, पहला നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് നിങ്ങൾ തിരിച്ചറിയണം. आपको पता चलना कि परमेश्वर की इच्छा क्या है. വില്ലിലല്ല, പെർഫെക്റ്റ് വില്ലിൽ ജീവിക്കണം. इजाजत देने वाला इच्छा नहीं, परफेक्ट विल. ദാവീദ് പറയുകയാണ്, दावीद कहता है കർത്താവിനെ ഏൽപ്പിച്ച ചിലതുണ്ട്, എനിക്കത് ചെയ്യണം. परमेश्वर मुझे सौंपा हुआ कुछ चीज है वो मुझे എനിക്ക് करना है. ഏൽപ്പിക്കാത്തതൊന്നും ചെയ്യണ്ട. जो सौंपा नहीं वो मुझे नहीं ദൈവം करना എന്നോട് है. വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. परमेश्वर मुझे वादा എന്റെ दिया, തലമുറയെ കുറിച്ച് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. मेरी पीढ़ी के लिए वादा दिया. അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ദൈവം നിവർത്തിക്കും. വാഗ്ദത്തം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. उनके ऊपर जो वादा है परमेश्वर पूरा करे. वादा पकड़ के प्रार्थना करो. രണ്ടാമത് ഞാൻ പറഞ്ഞത്, दूसरा मैंने कहा ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിന് വേണ്ടി നിൽക്കുക. परमेश्वर की सिद्ध इच्छा के लिए खड़ा रहेगा. ബിലിയാമിന് അതിന് നിൽക്കാൻ പറ്റിയില്ല. बलियाम उसके लिए नहीं रुक पाया. ബിലിയാം പെർമിസീവ് വില്ലിന് വേണ്ടിയാണ് നിന്നത്. बलियाम जो इजाजत के लिए ഒത്തിരി रुका. കാര്യങ്ങൾ ആഗ്രഹിച്ചു, बहुत सारी चीजें इच्छा रखा, അതൊന്നും നടന്നില്ല കേട്ടോ. वो कुछ नहीं हुआ. എന്താ നടക്കാത്തത്? क्यों नहीं हुआ? ഭക്തൻ ജീവിക്കുന്നത് പോലെ അവന് ജീവിക്കുവാൻ കഴിഞ്ഞില്ല. भक्त जैसे जीते वैसे जिया नहीं. ജീവിതം പരാജയപ്പെട്ടു. ആ ഒരു വിധത്തിൽ ജീവിതം പരാജയപ്പെട്ടു. उस रीति में जीवन जो पराजित हुआ. ദൈവമക്കളെ മറന്നു പോകരുത്. परमेश्वर बच्चों भूलना नहीं ഹല്ലേലൂയ. ശത്രു നമുക്കെതിരെ എന്ത് പദ്ധതി ഒരുക്കിയാലും, है. शत्रु हमारे विरुद्ध में कुछ भी എന്ത് योजना बनाए, ശാപശക്തികൾ നമുക്കെതിരെ വന്നാലും, कोई भी श्राप की शक्ति എന്ത് हमारे विरुद्ध आए, ആവിചാര ബന്ധനങ്ങൾ നമുക്കെതിരെ വന്നാലും, कोई भी जादू टोना हमारे विरुद्ध आए, ഹല്ലേലൂയ, അത് നിന്റെ മേൽ ഫലിക്കത്തില്ല. वो आपके ऊपर काम नहीं करेगा. വിശ്വസിക്കുന്നുണ്ടോ? आप विश्वास करते हैं क्या? വചനം എന്താ मैं പറയുന്നത്? വചനം എന്താ പറയുന്നത്? वचन क्या कहता है? യഹോവ എഴുന്നേൽക്കുന്നു, परमेश्वर उठेगा, അവന്റെ ശത്രുക്കൾ ചിതറുന്നു. उसके शत्रु तितर നിങ്ങൾ बितर होगा. വിശ്വസിച്ചാട്ട് आप विश्वास करो. നിനക്കെതിരെ ആവിചാരം വരട്ടെ, ജാദൂട്ടോട്ടെ, എന്ത് ശാപം എന്തും വരട്ടെ, आपके विरुद्ध श्राप हो या जादू टोना कुछ भी आए, കർത്താവ് നിനക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റാൽ परमेश्वर तेरे लिए जब उठेगा, आमेन, നിന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമാകാൻ പോകുക. तुझे विरुद्ध करने वाले सारे शक्ति तितर बितर ചിന്ന होगा. ഭിന്നമാകാൻ പോകുക. तितर बितर होगा. തിത്തർ ഫിതർ ഹോനെ വാലായേ. അതുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞത്, इसके लिए दावीद ने वचन से യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രമത്തിലേക്ക് ഒന്ന് എഴുന്നള്ളണമേ. बोला कि परमेश्वर तू तेरे संकल्प के साथ तेरे विश्राम में आगमन होना. ബലത്തിന്റെ പെട്ടകമേ. बल का जो संदूक, നമ്മുടെ ബലത്തിന്റെ പെട്ടകമാരാ? हमारा बल का संदूक कौन है? എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നാട്ടെ. सभी लोग നമ്മുടെ उठ ബലത്തിന്റെ പെട്ടകമാരാ? हमारा बल का संदूक कौन है? Who is our ark of covenant? हमारा बल का संदूक कौन है? ജീസസ്. यीशु मसीह. യേശു നമ്മുടെ ബലത്തിന്റെ പെട്ടകമാ. यीशु हमारा बल का ഇന്ന് संदूक है. പകൽക്കാലം നിങ്ങൾ ഇത് പറഞ്ഞാട്ടെ, आज आप बोलो, എന്റെ ബലത്തിന്റെ പെട്ടകമായ യേശുവേ ഒന്ന് എഴുന്നള്ളണമേ. मेरा बल का संदूक यीशु जरा उठना. ശത്രു ഒന്ന് ചിതറട്ടെ. शत्रु तितर യാക്കോബിൽ നിന്നൊരു നക്ഷത്രം, याकूब से एक धारा, ഓ ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഒന്ന് ഉയർന്നു വരട്ടെ. इस्राएल से एक राजदंड उठेगा. ശാപത്തിനായി വന്ന സകല ശക്തികളെയും അത് തകർത്ത് കളയട്ടെ. शाप के लिए आए सारी शक्ति को नाश करे. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना करे, ഒരു प्रार्थना രോഗമുണ്ടോ, ഒരു ശാപമുണ്ടോ? करे. एक बीमारी है, श्राप है. ചില രോഗത്തെ നിങ്ങൾ ശാപമായി കണ്ടാട്ടെ. कुछ बीमारी को आप श्राप के हिसाब से देखिए. അതിനെ ഒന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. उस पे प्रार्थना करके കാൽവരി समर्पण करो. ക്രൂശിലെ രക്തത്താൽ उसके ആ ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറാൻ പോകുകയാ. सूली के लहू से उस श्राप के ഒന്ന് പ്രാർത്ഥിച്ച് ഏറ്റെടുക്കണം കേട്ടോ. वो प्रार्थना के साथ ചില स्वीकार करो. കുടുംബങ്ങളിൽ റെക്കറിംഗ് ആയി നടക്കുന്ന ചില അനുഭവങ്ങൾ, कुछ कुटुंब में बार बार निरंतर होने वाले कुछ തലമുറ अनुभव, തലമുറയായി കേഴ്സിലൂടെ പോകുന്ന ചില അനുഭവങ്ങൾ पीढ़ी पर पीढ़ी श्राप में जाने ഇന്ന് वाला अनुभव. പകൽക്കാലത്തെ പ്രാർത്ഥനയുടെ നടുവിൽ आज सुबह का ये प्रार्थना അന്തമാന में റംഷഖമന യേശു കർത്താവിനാൽ യേശു- അന്ധകാരങ്ങൾ വെട്ടേറ്റ് മാറുവാൻ ഇടയായിത്തീരും. यीशु मसीह के नाम से वो दो भाग हो जाए. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞാട്ട് അതിന്റെ കർത്താവ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുകയാ. आप मुंह खोल के बोले परमेश्वर उसको फुल स्टॉप डालने നിന്റെ वाला. പാപങ്ങൾ ക്ഷമിച്ച യേശു, मेरा पापों को क्षमा किए നിന്റെ यीशु, രോഗങ്ങളെ സൗഖ്യമാക്കിയ യേശു, मेरा बीमारियों को चंगा किए यीशु. ഇനി എന്റെ മേലോ എന്റെ ഭവനത്തിനോ ഉള്ള ശാപത്തിന് എന്റെ മേൽ അവകാശമില്ല. ക്രൂശിൽ യേശു കർത്താവ് അതെല്ലാം വഹിച്ചതുകൊണ്ട്
ഞാൻ സ്വതന്ത്രമാകുകയാണ്. अब मुंह खोल के बोलो यीशु मसीह ने सूली में सारे श्राप को, सारे बीमारी को, सारे पापों को ले लिया. इसके लिए मैं आजाद ഫ്രീഡം हूं. പ്രാപിക്കുക. പറഞ്ഞാട്ട് ഞാൻ ഫ്രീഡം പ്രാപിക്കുക. मैं आजादी मिलेगा. In my body, in my soul, in my spirit, marshal kamana. मेरे शरीर, मेरे प्राण, मेरे In आत्मा में my आजादी मिलेगा. family, in my family. परिवार में, എന്റെ തലമുറകളുടെ മേൽ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുക. मेरे पीढ़ियों में मैं आजादी ചില पाऊंगा. കുടുംബത്തിന്മേലുള്ള പാരമ്പര്യങ്ങൾ അതിന്റെ ശാപങ്ങൾ മാറിപ്പോകട്ടെ. कुछ कुटुंबों में जो परंपरा का जो श्राप है वो दूर हो നിങ്ങളുടെ जाए. കുടുംബത്തിന്മേലുള്ള പാരമ്പര്യങ്ങളുടെ ശാപങ്ങൾ മാറിപ്പോകട്ടെ. कुछ कुटुंबों में जो परंपरा का श्राप है वो दूर പാരമ്പര്യ हो जाए. സ്വഭാവങ്ങൾ മാറിപ്പോകട്ടെ. परंपरा का जो स्वभाव दूर हो जाए. आमीन. ചില വേണ്ടാത്ത സ്വഭാവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ आज कुछ बुरी स्वभाव आपके അത് कुटुंब ചില में है तो ശീലങ്ങളാകാം. वो कुछ आदत हो सकता അതൊന്ന് है. മാറിപ്പോകട്ടെ. वो दूर होने दे. आमीन. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ശാപങ്ങൾ മാറട്ടെ. മശകമാന. शाप दूर होने दे. ക്രൂശിൽ യേശു सूली में यीशु. ശാപം മുറിക്കുവാൻ പ്രാപ്തൻ ഒരുവനേ ഉള്ളൂ കേട്ടോ. ये श्राप तोड़ने का सामर्थ्यशाली അതെന്റെ एक ही है. യേശുവാണ്. वो मेरा यीशु है. ശപിക്കാൻ വന്ന ബിലിയാം വിളിച്ചു പറയുക. श्राप देने वाला बिलियाम ശപിക്കാൻ पुकारे വന്ന थे. ബിലിയാം വിളിച്ചു പറയുക. श्राप देने वाला ഒരുവൻ बिलियाम कहते വരുന്നുണ്ടെന്ന്. हैं, एक आ रहा है. ഒരുവൻ വരുന്നുണ്ടെന്ന്. एक आ रहा है. ഞാൻ അവനെ കാണുമെന്ന്. मैं उसे ഇപ്പോഴല്ല അവൻ വരുന്നുണ്ടെന്ന്. वो अभी नहीं आने യാക്കോബിൽ वाला है. നിന്നൊരു നക്ഷത്രം എഴുന്നേൽക്കുമെന്ന്. याकूब से एक तारा ഓ उठेगा. ഹദലറം ശകമന ഹദലറം ശൽകമന. ഒരു ചെങ്കോലുള്ളവൻ എഴുന്നേൽക്കുമെന്ന്. एक राजदंड के साथ उठेगा. ഹദലറ ശൽകമന. അവൻ എന്ത് ചെയ്യുമെന്ന്? वो क्या करेगा? ശപിക്കാൻ വന്ന മോവാവേ, श्राप देने वाला നിന്റെ मोआब പാർശ്വങ്ങളെ അവൻ തകർക്കാൻ പോകുകയാ. तेरे शक्तियों को नाश करेगा. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से നിനക്കെതിരെ ശപിക്കാൻ നിൽക്കുന്ന ശക്തികൾ, तेरे को जो മതല श्राप देने की शक्तियां, നിനക്കെതിരെ ശപിക്കാൻ നിൽക്കുന്ന അന്ധകാരങ്ങൾ, तेरे को श्राप देने की जो अंधकार ആവിചാര है, ശക്തികൾ, चारों तरफ की ലക്ഷണവിദ്യയുടെ ശക്തികൾ जो लक्षण देखते हो, യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. यीशु के नाम ഇപ്പോൾ से തന്നെ नाश हो. अभी इसी वक्त പ്രാപിച്ചോ. उसे प्राप्त करो आप. आमीन. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, अगर कोई भी इसे डरता है, നിങ്ങൾക്കെതിരെ ശുദ്രം ചെയ്തു, ആവിചാരം ചെയ്തു, आपके विरुद्ध നിങ്ങൾക്കെതിരെ ശാപമുണ്ട്, आपके ऊपर നിങ്ങൾ श्राप है, ഭയപ്പെടേണ്ട. आप डरो मत. ശത്രു നിന്നെ ഭയപ്പെടുന്നു. आमीन. हमें शत्रु तुझसे डरता है. കാരണം നീ കാട്ടുപോത്തിന്റെ ബലമുള്ളവനാ. तुझे जंगली सांड का बल है. യേശു നിനക്ക് വേണ്ടി നിൽക്കുകയാ. यीशु तेरे लिए खड़ा है. आमीन. അതുകൊണ്ട് നീ പേടിക്കേണ്ടാന്ന്. इसके लिए तू डर मत. കരങ്ങളെ ശക്തമായി അടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. हाथ ताली बजाके परमेश्वर का आराधना വിടുതല വിടുതല ഏറ്റെടുത്താട്ടെ. ഓ ഹൽക്കമനരം ശൽക്കമനരഗദല ഗദല ശദനരഗദല. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാ. एक साथ में आके परमेश्वर का साथ धन्यवाद गाल करें. गा के आराधना करने के लिए जा रहे हो. तालियां बजाकर प्रभु को धन्यवाद दीजिए. ओ हल्कमनरम शल्कमनरम. രോഗങ്ങൾ നിന്നെ ക്ഷണിപ്പിക്കില്ല, ശാപങ്ങൾ നിന്നെ തകർക്കില്ല. രോഗങ്ങൾ നിന്നെ ക്ഷണിപ്പിക്കില്ല, ശാപങ്ങൾ നിന്നെ തകർക്കില്ല. ആവിചാരം യാക്കോബിന് പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആവിചാരം യാക്കോബിന് പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട
परमेश्वर को धन्यवाद दे। ക്രൂശിൽ യേശു എല്ലാം വഹിച്ചതുകൊണ്ട് सूली पे यीशु ने सबको ले നമ്മൾ लिया। ജയാളിയാ കേട്ടോ. इसलिए हम जयाली हैं। അതുകൊണ്ട് ഇന്നു മുതൽ इसके आज से നിങ്ങൾ അതിന്റെ ഡിഫറൻസ് കാണാൻ പോകുക. आमीन आमीन आज से हम उसका फर्क देखेंगे। കഴിഞ്ഞ आमीन നാളുകളിൽ അനുഭവിച്ച ചിലത് മാറിയിട്ട് पिछले दिनों में जो अनुभव किया वो सब हट के ഒരു വലിയ ഫ്രീഡം ചില മേഖലകളിൽ വെളിപ്പെടാൻ പോകുകയാണ്. एक बहुत बड़ा आजादी कुछ मंडल में ഈ വിശ്വാസത്തോടെ നിങ്ങൾ മടങ്ങിപ്പോയിക്കാം. ये विश्वास के साथ ഈ आप लौट के ധൈര്യത്തോടെ जाइए। നിങ്ങൾ ये മടങ്ങിപ്പോയിക്കാം. धैर्य के साथ आप जाइए। യേശു കർത്താവിന്റെ വിടുതലിന്റെ കരം ആശകാമന यीशु मसीह का छुटकारा का हाथ അവിടുത്തെ കരത്താൽ ശാപങ്ങൾ അഴിച്ച് സ്വതന്ത്രമാക്കപ്പെട്ടവരായി. कि उसके हाथ तो जो श्रापों को सूरा खोल के ഹല്ലേലൂയ. आजाद किया। രോഗങ്ങൾ അഴിഞ്ഞ് സ്വതന്ത്രമായി बीमारियों से मुक्त हो के आजाद വലിയ हो के സമാധാനത്തോടെ बड़े शांति के നിന്റെ साथ ജനത്തെ അയക്കണമേ. तेरे प्रजा को അങ്ങനെ भेजना। സംഭവിച്ചിരിക്കാൻ സ്തോത്രം. वैसे हुआ उसके യേശു धन्यवाद। ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ यीशु मसीह के नाम से കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के परमेश्वर को धन्यवाद दे। ഹല്ലേലൂയ. പ്ലീസ് ബി സീറ്റഡ്. हालेलुया। 2-3 മിനിറ്റ് കൂടി ഇരിക്കാം. 2-3 मिनट बैठेंगे। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ.